പ്രൈസ് ലോർഡ്. ഒരു കിളി മുകളിൽ കൂടെ പറന്നു പോകായിരുന്നു. പറന്നു പോയപ്പോൾ അത് വിസർജനം ചെയ്തതിൻ്റെ അകത്ത് ഒരു കുരു ഉണ്ടായിരുന്നു. ആ കുരു കുറച്ച് നാൾ കഴിഞ്ഞപ്പം ചില വർഷങ്ങൾ കഴിഞ്ഞപ്പം അതൊരു വലിയ മരമായി തീർന്നു. ആ മരത്തിൻ്റെ അത് ഫലമൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. പക്ഷെങ്കിൽ ആ മരത്തിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ബാക്ടീരിയ വന്നു. ഒരു വേഴം വന്നു. ആ വേഴം കാരണം ആ ഫലത്തിൽ കാട്ടത്തി വന്നു. അപ്പോൾ അതിൻ്റെ താഴെ വീണ് കിടന്ന് കാട്ടത്തികൾ തിന്നാൻ വേണ്ടി മാൻ വന്നു, കിളികൾ വന്നു, അവസാനം കുരങ്ങ് വന്നതിന് ശേഷം ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു വലിയൊരു കാടായിത്തീർന്നു. ഈ കാട് ആമസോൺ കാടാന്ന് പറഞ്ഞ അത്ഭുതപ്പെടല്ലേ. ഞാൻ പണ്ടൊരു ഡോക്യുമെൻ്ററിക്കകത്തൂടെ കേട്ടതാണ്. ആഫ്രിക്കയിലോ ഇവിടെ ഉള്ളതാണ്, പക്ഷേ എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി. അത് നോക്കിയിട്ടും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ അങ്ങനെ ഒരു വലിയ കാടുണ്ടായെന്ന് ഡോക്യുമെൻ്ററി കാണുന്നു. ഒരു വിജനമായ സ്ഥലമായിരുന്നു. ഒരു കിളിയുടെ ഇതുമൂലം വലിയൊരു കാടായിത്തീർന്നു. ഒരു കിളി ഒരു വിത്ത് കൊണ്ടിട്ടതാണ് അത് ഭയങ്കരം കാടായിത്തീർന്നെന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബൈബിൾ വായിക്കുന്നതിന് മുമ്പേയും നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആലിഫാൻ ദൈവമേ, ടാവൻ ദൈവമേ, ആൽഫാൻ ദൈവമേ, ഒമേഗയായ ദൈവമേ, അതിനുമായ ദൈവമേ, പരിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോട് സേവിപ്പാൻ ദൈവമേ ഞങ്ങൾ അപ്പച്ചൻ്റെ സന്നിധി കടന്നു വന്നു. അല്പസമയം ഞങ്ങൾ ദൈവമേ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കാൻ ദൈവമേ അടിയനെ ബലപ്പെടുത്തണമേ. പരിശുദ്ധമാവിനാൽ അടിയൻ്റെ ഹൃദയത്തിൽ നിന്ന് തോട്ട്സ് ഇടണമേ. ആർക്കും ദോഷമായി തീരുമാനമാക്കണമേ, എല്ലാവർക്കും നന്മയായി തീരുമാനമാക്കണമേ. കേൾക്കുന്ന ജനത്തിൻ്റെ ഹൃദയത്തിൽ അത് പരിവർത്തിക്കാനും ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാനും അതിന് പ്രകാരം ജീവിക്കാനാക്കണമേ. കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മൂലം സഹായിക്കണമേ. യേശു തന്നെ ആമേൻ. ഓക്കെ, ഇന്ന് നമുക്ക് ചില ആഴ്ചകൾക്ക് ശേഷം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയും പ്രയാസമുള്ള വാക്കുകളുണ്ടായിരുന്നു. അത് പഠിച്ചെടുക്കാൻ ഇച്ചിരി സമയമെടുത്തു. പിന്നെ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാം എഴുതി വന്നപ്പം ഇച്ചിരി സ്പിരിച്വൽ ഗ്രോത്തിനെ പറ്റിയുള്ളതല്ലേ, അപ്പം ഇച്ചിരി കട്ടിയായി പോയെന്ന് തോന്നി. അപ്പം ഞാൻ പിന്നെ ഒരാളുമായിട്ട് ഷെയർ ചെയ്ത് അത് ഒന്ന് എക്സാമ്പിൾസൊക്കെ ഒന്ന് കളഞ്ഞ് ആരെയും വേദനിപ്പിക്കാത്ത രീതി പറയാനത്തക്ക രീതി ഞാനിത് അതുകൊണ്ട് ഇച്ചിരി സമയം ദൈവത്തോട് ചോദിച്ചു. പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ ചോദിച്ച് ഞാനിത് പറയണോ വേണ്ട, ഏതാ കളയേണ്ടത്, ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത് കേട്ടോ. പക്ഷെ കിട്ടാൻ ഞാൻ നല്ല ശരിക്കും പാടുപെട്ടു. ഓക്കെ, നമുക്കത് ഇനി വായിക്കാം. ഓക്കെ, വയോമേർ എലോഹിം ടഡ്ഷെ ആഹാറെറ്റ്സ് ദശെ എസേവ് മസ്രിയ സാറ എഡ്സ് പെറി ഓസെ പെറി ലെമിനോ ആഷേർ സാറോ ഓ ആൽ ആറെറ്റ്സ് വൈഹി കീം. ഓക്കെ, ആൻഡ് വറ്റോട്സെ ഹാഹാറെറ്റ്സ് ദശെ എസേവ് മസ്രിയ സാറ ലെമിനോഹു ബെ എഡ്സ് ഓസെ പെറി ആഷേർ സെറ വോ ലെമിനോ വയാർ എലോഹിം കീറ്റോ വൈഹി എരവ് വൈഹി ബോക്കേർ യോം ഷലീഷ്. അപ്പം അതിൻ്റെ ഷലീഷ് എന്നുള്ളതാണ് തേർഡ് ഡേ എന്ന് പറയുന്നത്. But God said, let the earth sprout vegetation, seed-bearing plants, fruit tree of every kind on earth, and bearing fruit with seed in it. And it was so. The earth brought forth vegetation, seed-bearing plants of every kind, and a tree of every kind bearing fruit with a seed in it. God saw it was good. And there was evening, and there was morning, third day. ഓക്കെ, അപ്പം നമ്മൾ മലയാളത്തിൽ ഇത് വായിച്ചാൽ
ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതാത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതാത് തരം വിത്തുള്ള ഫലവും കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സായി 3-ാം ദിവസം. അപ്പം ഇതിൻ്റെ അകത്തെ നല്ല കട്ടിയായിട്ടുള്ള വാക്കുകൾ, ഞാൻ കഷ്ടപ്പെട്ട വാക്കുകളാണ്. ഏസേവ് എന്ന് പറഞ്ഞ വാക്ക്, ഏസേവ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വരുന്നത് ഹെർബ് എന്നുള്ള. അപ്പം ഹെർബ് അത് പിന്നെ വായിക്കുമ്പം ഏറ്റ്സ്പെറി ഫലമുള്ള ട്രീ, അത് ഓസേപ്പറി ഫലം കായ്ക്കുന്നത്. ഇത് രണ്ടും രണ്ടാണ്, പക്ഷേ ഒന്നല്ല. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും അത് എന്തോ ഫലം കായ്ക്കുന്ന ഫ്രൂട്ട് ട്രീ എന്നുള്ള സീഡ് ബെയറിങ് പ്ലാന്റ് ഫ്രൂട്ട് ട്രീ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ട്രീ ഓഫ് എവറി കൈൻഡ് ദ ബെയർ സീഡ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് പോയി. പക്ഷേങ്കിൽ ഒത്തിരി ഇത് വായിക്കുമ്പം ഈ ഏസേവ് എന്ന് പറയുന്നത് ഹെർബെന്ന് തോന്നത്തില്ല ഇവിടെ വായിക്കുമ്പോൾ. പക്ഷേ ഇതിന് അങ്ങോട്ട് നമ്മളെ സങ്കീർത്തനങ്ങളിലും പ്രവചനവാക്യത്തിലും വരുമ്പം ഇതിനെ ഹെർബ് എന്നാണ് മീനിങ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇത് ഹെർബ് അല്ല, ഒരു അടുത്ത ഗ്രോത്തായിട്ടാണ് വരുന്നത്. പ്ലാന്റേഷൻ എന്നുള്ള വെജിറ്റേഷൻ പ്ലാന്റേഷൻ അങ്ങനെയൊക്കെയുള്ള മീനിങ്ങാണ് വരുന്നത്. അപ്പം കുറേ നാളത് എടുക്കാൻ പ്രയാസപ്പെട്ടു. അങ്ങനെ ഇച്ചിരി താമസം വന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി താമസിച്ചത്. ഓക്കെ, നമുക്കിനി ഡീറ്റെയിൽ ആയിട്ടുള്ളത് മലയാളത്തിലും ഇംഗ്ലീഷിലും വായിച്ചു കേട്ടല്ലോ. ഓക്കെ, നമുക്കിനി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ അകത്തോട്ട് പോകാം. ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് ഇഷ്ടമെന്നല്ല അങ്ങനെ വരുന്നത്. ഒന്ന്, ഇപ്പം നമ്മൾ എല്ലാം ക്രിസ്തുവിനോട് യോജിപ്പിക്കുക ചെയ്യുന്നത് അല്ലേ. സീഡിനെ ക്രിസ്തുവാണ് സീഡ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുക എന്നുള്ള സീഡ് മീൻ ചെയ്യുന്ന ജീസസ് ക്രൈസ്റ്റ്. അപ്പം പക്ഷെങ്കിൽ അങ്ങനല്ല യഹൂദന്മാർക്ക്. അവരെന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എല്ലാത്തിനെയും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. ഫണ്ടമെൻ്റ് എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിൻ്റെ വെളിയിലുള്ള കവറിങ്. പിന്നെ ഭൂമിയെ പഠിച്ചപ്പോൾ നമ്മൾ ബേസ്, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാതകടവും നമ്മൾ ബേസും പഠിച്ചു. ബേസ് ഇനിയുള്ള ആ സ്പ്രൗട്ടിങ്ങും ഗ്രോത്തും അവർ യഹൂദന്മാരുടെ ജീവിതം മൊത്തം അവരുടെ പള്ളിയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ്. തോറ, പള്ളി, ഇതിനെ ചുറ്റിപ്പറ്റി അവരുടെ ജീവിതം മൊത്തം അവർ വെളിയിലുള്ള കാര്യത്തിനെ പറ്റി ബോർ ചെയ്യുന്നേയില്ല. ഓക്കെ, അപ്പം ഇതാണ് അവരുടെ ജീവിതം. അപ്പം നമുക്കാദ്യം ഒരു പുരോഹിതൻ്റെ വളർച്ച, സ്പിരിച്വൽ ഗ്രോത്ത് നോക്കാം. പിന്നെ ഒരു റെഗുലർ യഹൂദൻ്റെയും പിന്നെ നമ്മളുടെ ക്രിസ്ത്യൻസിൻ്റെയും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ആദ്യമായിട്ടൊരു യഹൂദൻ്റെ വളർച്ച തുടങ്ങുന്നത് അവരെ ജനിച്ചെങ്കിലും അവർക്കൊരു ഇന്നർ സോൾ ഡീപ്പ് എവേക്കനിങ്, നമ്മുടെ ആന്തരിക ഒരു ഉണർവ് ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. മനസ്സിലായി? അപ്പോൾ അതിനെയാണ് അവർ ഈ വിത്ത് സ്പ്രൗട്ടിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അതിൻ്റെ ഹീബ്രുവിൽ പറഞ്ഞ ടദ്ഷെ എന്ന് പറയുന്നത് അവരുടെ ഇതിനെ പറ്റിയാണ് പറയുന്നത്. ഇതിനെ പറ്റിയാണ് ടദ്ഷെ പറയുന്നത് അവർ ആ ഡീപ്പ് എവേക്കനിങ്ങിനെ പറ്റി, അവർ ആന്തരിക ഒരു ഉണർവിനെ പറ്റിയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ദശയെന്ന് പറയുന്നത് അവരുടെ ചൈൽഡ്ഹുഡ്, ഏതാണ്ട് 3 വയസ്സ് തൊട്ട് അവർ തോറ പഠിക്കാൻ തുടങ്ങും. ആ തോറ തുടങ്ങി അതൊരു 15 വയസ്സ് വരെ പോകും. മനസ്സിലായി? അപ്പം അടുത്ത വളർച്ച അതിനെ പറ്റിയാണ്, അതിൻ്റെ ഇതിനെ പറ്റിയാണ് പറയുന്നത്. ഹെർബിനെ പറ്റിയുള്ളത്, ഏസേവിനെ പറ്റിയുള്ളത് പറയുന്നത് അവരുടെ അടുത്ത സ്റ്റേജാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം ഒരാന്തരിക പൈതങ്ങളിൽ ഒരാന്തരിക
ഒരു ഇതുണ്ടാവും, അവരാരാന്നുള്ളത് നോക്കുക. അതാണ്ട് ഒരു ഒന്നിനും രണ്ടിനും വയസ്സിൻ്റെ ഇടയ്ക്ക് അത് ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞ് 3-ാം വയസ്സ് തൊട്ട് അവരെ ഇതിന് വിടും, തോറയ്ക്ക് പഠിപ്പിക്കാൻ വിടും. 3 തൊട്ട് 14-15 വരെ. 14-15 കഴിയുമ്പോൾ അവർ ആണുങ്ങൾക്ക് ബാർ മെറ്റ്സുവ, പെണ്ണുങ്ങൾക്ക് ബാറ്റ് മെറ്റ്സുവ എന്ന് പറഞ്ഞാൽ ഇത് അവർക്ക് എന്തോ ഒരു അനോയിൻറ്റിങ് ഒരു റിച്വൽ ഇത് കൊടുക്കും. അവർ പഠിച്ചു തീർന്നു എന്നുള്ള തോറ പഠിച്ചു, കേട്ടു, വായിച്ചു, പഠിച്ചു തീർന്നു എന്നുള്ള ഇതോളം. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പം 2 പുരോഹിതന്മാർ വേറെ ഭാഗത്തോട്ടും നോർമൽ റെഗുലർ ആൾക്കാർ വേറെ ഭാഗത്തോട്ടും പോകും. പക്ഷെ 2 പേരും കീപ്പ് ഓൺ തോറ പഠിച്ചുകൊണ്ടിരിക്കും. പുരോഹിതന്മാർ തൽമൂദും അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കും. റെഗുലർ ആൾക്കാർ അവർ തോറ ഡീപ്പ് റൂട്ടഡായി പഠിച്ചുകൊണ്ടിരിക്കും. അവർ ശരിക്കും പഠിക്കും. ആ ഒരു വളർച്ചയ്ക്ക് പറയുന്നത് എറ്റ്സ് വെറി, ഞാൻ ഫലമുള്ള ട്രീ പഠിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്താണ് അവർ പഠിച്ചിട്ട് ഈ പഠിക്കുന്ന കാര്യങ്ങൾ അവർ പ്രാബല്യത്തിലാക്കാൻ നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണേഷനിൽ ചാരിറ്റി വർക്കുകൾ, അതേപോലെ അവരുടെ ജീവിതത്തിലെ തോറ എങ്ങനെയുള്ളതെന്ന് ഫുൾ ലോസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് അവർ മനസ്സിലായി. അവർ ഇത്രയും നാളും പഠിച്ചതെല്ലാം പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്ന് കൈൻഡ്നെസ്സും അതെല്ലാം ചെയ്യാൻ നോക്കും. മനസ്സിലായി, ചെയ്തത് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അടുത്ത ജനറേഷനെ മസ്റിയ സാറ എന്ന് പറയുന്നത് അത് അടുത്ത ജനറേഷനിലോട്ട് അത് പകർന്നു കൊടുക്കും. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരെ സംബന്ധിച്ച്. എല്ലാ സ്റ്റേജ് ഇമ്പോർട്ടൻ്റാണ്. കാരണം അവർ നോക്കുന്നത് അടുത്ത ലെമീനോ, മസ്രിയ സാറ ലെമീനോ എന്നാണ് പറയുന്നത്. കാരണം ആ വിത്ത് ഉള്ള ആൾക്കാരെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അവരൊരു വേലി കിട്ടും. ബേസ്ഡ് ഓൺ തോറ വെച്ചുകൊണ്ട് അവരൊരു വേലി കെട്ടും. ഈ വേലി ഫെൻസ് കിട്ടും. എന്ന് പറഞ്ഞാൽ യെരുശലേം പള്ളി പണിതപ്പോൾ അതിന് ഫെൻസ് കെട്ടണം. ഫെൻസ് കെട്ടി അത് നമ്മൾ പറയുന്നുണ്ട് എന്തോ വേലിയില്ലാത്ത ആളുടെ വീട് എനി ടൈം അറ്റാക്കിന് ഇതാണ്. അപ്പോൾ അവർ വേലി കെട്ടും ബേസ്ഡ് ഓൺ തോറ. എന്തൊക്കെ ചെയ്യാം ആ ഒരു വേലി കിട്ടിയിട്ട് അവർ ആ ഒരു വേലിക്കകത്ത് നിന്നുകൊണ്ട് അവരുടെ ഫ്രീഡം അവർ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. അത് ഈ വേലി കെട്ടുന്നത് പിൽക്കാലത്ത് വന്നപ്പം പരീശന്മാരും അതൊരു വലിയ ഇതായിട്ടാക്കി മാറ്റി. ഒത്തിരി ഭാരമുള്ള ഒരു നുകമാക്കി മാറ്റി. അതുകൊണ്ടാണ് യേശുക്രിസ്തു വന്നപ്പം നമ്മൾ കണ്ടില്ല സ്ത്രീകളുടെ ഫ്രീഡം. യേശുക്രിസ്തു ഞാൻ സ്ത്രീകളെ ഈക്വലായിട്ട് ക്രിയേറ്റ് ചെയ്തു, ബട്ട് യു ഗൈസ് ആർ കമ്മിങ് അപ്പ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് റൂൾസ്. കുറേ റൂൾസ് കൊണ്ടുവന്നിട്ട് സ്ത്രീകളെ ഒരു സ്ലേവ് പോലെയുള്ള രീതി ഇതിരിക്കുക. ഇപ്പം ഹില്ലേലും ഷമായി എന്ന് പറഞ്ഞാൽ 2 ആൾക്കാരുണ്ട്. ഷമായിക്ക് അത് ഡിവോഴ്സ് അവർ സമ്മതിക്കത്തില്ല, ഭയങ്കര പ്രയാസമാണ്. ഒരു സെക്ഷൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാണാതെ ഡിവോഴ്സ് സമ്മതിക്കത്തില്ല. അതേസമയം ഹില്ലേൽ പറയുന്നത് ഇവൻ ചായ ഉണ്ടാക്കുന്നത് പോലും ശരിയായില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യും. മനസ്സിലായോ? ആ ഒരു സ്ത്രീയെ സുന്ദരിയായിട്ട് കണ്ടില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാം എന്നാണ് ഹില്ലേൽ പഠിപ്പിക്കുന്നത്. അപ്പം ഒത്തിരി ആൾക്കാർ അത് റോങ് വേയിൽ എടുത്തിട്ടുണ്ട്. അത് പറഞ്ഞുതരാം അത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എപ്പോഴും അവൾ തന്നെ ഒരു ബോധമുള്ളവരായിരിക്കണം, എപ്പോഴും ഇതുള്ളതായിരിക്കണം. അത് ഞാൻ പണ്ട് ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്പീച്ച് കൊടുത്തായിരുന്നു. സാമർത്ഥ്യമുള്ള സ്ത്രീയെ ആർക്കിട്ടാന്നുള്ള പ്രൊവേഴ്സിൻ്റെ അകത്ത് ഒരു സ്ത്രീയെ ഒരു സോൾജറുമായിട്ടാണ് സ്ത്രീ എന്നുള്ള ആ ഒരു സാമർത്ഥ്യമുള്ള സ്ത്രീ എന്നുള്ള ആ ഹീബ്രു പദത്തിൻ്റെ പേരിൽ നിന്നാണ് സോൾജർ വന്നേക്കുന്നത്. മനസ്സിലായി? അപ്പം അത് അന്ന് പഠിച്ചപ്പം ഒരു സ്ത്രീ അവൾ ഏത് സമയത്തും അവളുടെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കണം. മനസ്സിലായി? ചായ ഉണ്ടാക്കുന്ന സമയത്ത് പോലും ശ്രദ്ധയോടുകൂടിയല്ല, ആ കറക്റ്റ് രീതി അവർ സെൽഫ് അവെയർനെസ് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ബോത്ത് ആണിനും ഉണ്ടായിരിക്കണം
പെണ്ണിനും ഉണ്ടായിരിക്കണം. അപ്പം പുരോഹിതന്മാർ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ അവൾക്ക് പണിഷ്മെൻറ്റ്, അവളുടെ ഏറ്റവും ഹാർഡായിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുക, വിച്ച് മീൻസ് ഡിവോഴ്സ്, അങ്ങനെ ഉള്ളത് കൊടുക്കുക. പക്ഷേ മനസ്സിലായല്ലോ, ആ ഒരു രീതിയിലാണ് അവരുദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ പിൽക്കാലത്ത് അത് മനസ്സിലായോ, ഓവർ ഇത് വന്നപ്പോഴത്തേക്ക് അതൊരു വല്ലാത്ത രീതിയിൽ ആൾക്കാരെ മാറ്റി എന്നുള്ളതേ ഉള്ളൂ. ഞാൻ സ്ത്രീ എപ്പോഴും ഇതായിരിക്കണം ഇതുള്ളൂ എന്ന് പറയുന്ന പോലെ ആ പുരുഷനായാലും സ്ത്രീ ആയാലും അവരൊരു ഫെൻസ് കെട്ടും, മനസ്സിലായി. അപ്പം ഈ ശാസ്ത്രന്മാർ വന്നിട്ട് അതേപോലെ സബത്ത് ദിവസത്തിൽ നമുക്കറിയാം യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ പുതിയ നിയമം വായിക്കുമ്പം പരീക്ഷന്മാരുമായിട്ട് കോർത്തിട്ടുള്ള ഒരു ഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബത്ത് സമയങ്ങളിൽ ഇത് ചെയ്യും. അപ്പം ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സബത്ത് തന്നത് ഒരു ദിവസം എന്നെ സന്തോഷിക്കാനാണ്. ഈ ലോ എല്ലാം കൂടെ വെച്ച് ആൾക്കാരെ ബുള്ളി ചെയ്യാനല്ല, എന്നിൽ സന്തോഷിക്കാനാണ്. സ്വാതന്ത്ര്യത്തോടെ ഞാൻ 6 ദിവസം നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ ഒരു സമയം തന്നിട്ട് 7-ാം ദിവസം നിങ്ങൾ വന്ന് എന്നെ എൻജോയ് ചെയ്യുക. ബിക്കോസ് ഐ ആം ദ വൺ ഹൂ ഗേവ് യു എവറിത്തിങ്. ഞാനാണ് നിങ്ങൾക്കെല്ലാം നിങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങൾക്ക് തന്നിട്ടുള്ളതിലും. ആ ദൈവത്തെ എനിക്ക് എൻ്റെ ഫുൾ റെവറൻസിൽ എന്നെ സേവിക്കാൻ വരിക, മനസ്സിലായി, എന്നെ ഓർക്കുക. എന്നെ യഹൂദന്മാർക്ക് ഒരു ദിവസം, നമുക്കത് എല്ലാ ദിവസവും, എല്ലാ നിമിഷവും, പാട്ടുകാരൻ പറയും എവറി അവർ, പക്ഷേ നമ്മളത് തിരുത്തി പാടും എവറി സെക്കൻഡ് ഐ ലവ് യു എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെയുള്ള, മനസ്സിലായി. ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മച്യൂർ അഡൽട്ട് ആകുമ്പോൾ തന്നെ അത് ചെയ്തിരിക്കണം. ആ ഒരു ഫെൻസ് കെട്ടിയിരിക്കണം. ആ ഫെൻസിൻ്റെ അകത്ത് നിന്ന് ലൈഫ് എൻജോയ് ചെയ്യുക. അപ്പം പലപ്പോഴും ഞാൻ ഇതൊക്കെ വായിക്കുമ്പോൾ യഹൂദന്മാരുടെ ജീവിതം ഒരു ബോറിങ് ലൈഫായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അവരോട് ഞാൻ ഈ പഠിച്ച എന്നെ ഹീബ്രു പഠിപ്പിച്ച ടീച്ചർ അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ദേ ആർ റിയലി എൻജോയിങ് ദെയർ ലൈഫ്. ലൈക്ക് അവർക്കൊരു വേറെ ഒരു ദോഷം ഇല്ല എന്നുള്ളത് പറഞ്ഞാൽ എവറി ഡേ അവരത് ബ്യൂട്ടിഫുള്ളാക്കി എൻജോയ് ചെയ്യുക. പക്ഷെ നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ അവർ വലിയ പ്രയാസം പോലെ തോന്നുന്നു. അവരുടെ നമ്മുടെ പുതിയ അപ്പസ്തലപ്രവൃത്തി വരുമ്പം നമ്മുടെ പിതാക്കന്മാർക്ക് പോലും സഹിച്ചു കൂടാന്നുള്ള നുകം അത് വേറെ ഡിഫറെൻറ്റ് രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. പക്ഷേ ആ നുകം അതൊരു പാപത്തിൻ്റെ വേറൊരു നുഖമാണ് അവർ പറയുന്നത്. പാപത്തിൻ്റെ കഠിനമായുള്ള ഇനി അത് നമുക്ക് ഇപ്പം അവർ ശരിക്കും ഇത് എൻജോയ് ചെയ്യും, മനസ്സിലായി. ആ ഫെൻസിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് അവർ ശരിക്കും അത് ഓരോ ദിവസം ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ആ ഹിന്ദു ആളിനെ പറ്റി പറഞ്ഞത്. ആ ഹിന്ദു ആളുടെ അവർക്ക് വെജിറ്റേറിയനാണ്. പക്ഷെ ആ വെജിറ്റേറിയൻ ഇതിൽ നിന്ന് തന്നെ അവർ ശരിക്കും എൻജോയ് ചെയ്ത് ഫുഡ്. നമുക്കറിയാം, നമ്മൾ ഒരു വെജിറ്റേറിയൻ കടയിൽ പോയി എത്ര തരത്തിലുള്ള ഫുഡുകളും അവർ ആ ഫുഡിൽ കൂടെ ആസ്വദിച്ച് അവരവരുടെ ദൈവത്തെ ശരിക്കും പ്രസാദിപ്പിക്കുക, എൻജോയ് ചെയ്യുക. ഓക്കെ, അതങ്ങനെ. പിന്നെ പുരോഹിതന്മാരെ ഇത് വരുന്നുണ്ട്. എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ അവർ ആദ്യം ജനനം മുതൽ ഇതേപോലെ തന്നെ ഡീപ്പ് അവേക്കനിങ്, അത് കഴിഞ്ഞ് അവർ തോറ പഠിക്കുക, ബാർ മിത്സവ കഴിയുക, ബാർ മിത്സവ കഴിഞ്ഞ് പിന്നെ തൽമൂദ്, അങ്ങനെയുള്ള ഓരോ മിഷ്ന, തൽമൂദ്, അവർ ഹലാക്ക അങ്ങനെ കുറേ ഇതുണ്ട്. ഏറ്റവും അവസാനം കബാല ഒക്കെ ഇത് പോയതിന് ശേഷം ടെമ്പിൾ പോയതിന് ശേഷം വന്ന പഠിപ്പീരുകളാണ്. അവർക്ക് ടെമ്പിളില്ലല്ലോ. അപ്പോൾ അവർ അന്നേരം തൊട്ട്, അതിന് മുമ്പേ തൊട്ട് ഹലാക്ക കൊച്ചു രീതിയിലുണ്ട്, പക്ഷേ വലിയ ഇതാക്കിയത് പിന്നെ. അപ്പോൾ ആ രീതിയിലൊക്കെ അവർ പഠിച്ചെടുക്കുക. 20-ാം വയസ്സിൽ അവർ ഹെയർബ് ഹീൽഡിങ് വയസ്സ് കഴിഞ്ഞ് അവർ നേരെ എവിടോട്ട് കയറുക, സമാധാന കൂടാരത്തിൽ വേലയ്ക്കും ശുശ്രൂഷയ്ക്കുമായിട്ട് തുടങ്ങുക. അത് കഴിഞ്ഞ് അവർ അടുത്തത് പോകുന്നത്, അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 തൊട്ട് 30 വയസ്സ് വരെ ഒരു മരമാകുന്ന സമയം വരെ അവർ എന്തെടുക്കും, സമാധാന ശുശ്രൂഷ. അത് കഴിഞ്ഞ് അവരെ എന്തെടുക്കും, ഓർഡിനേഷൻ കൊടുത്ത്, പുരോഹിത ശുശ്രൂഷ ഓർഡിനേഷൻ കൊടുത്തു കഴിഞ്ഞ് അവരെ അകത്ത് കയറ്റി അകത്തെ പരിപാടികളും സാക്രിഫൈസ് ഇതിനും
ഉള്ള പരിപാടി, ആദ്യത്തെ അകത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അത് വൺസ് അതായി ഒരു നല്ലതായി കഴിയുമ്പം അവരെ സാക്രിഫൈസിന് വേണ്ടി തുടങ്ങും. ആ സാക്രിഫൈസ് ചെയ്ത് കഴിയുമ്പം ഏറ്റവും അവസാനം അത് ആ ഒരു ശുശ്രൂഷ ഒരു നല്ല വയസ്സ് വരെ, കുറച്ച് വയസ്സ് വരെ പോകും. അത് കഴിയുമ്പോൾ അവർക്ക് എന്തോ ഒരു പുരോഹിത ശുശ്രൂഷ ഇങ്ങനെ വന്ന്, അപ്പോൾ അറ്റ് ദ സെയിം ടൈം അവർക്ക് പിള്ളേരെ പഠിപ്പിക്കണം. അതാണ് സീ വിത്തിൻ ഇറ്റ് മസ്രിയ സാറ എന്ന് പറയുന്നത്. അത് ഇത് ചെയ്യുക, സാറാബോ മസ്രിയ സാറാബോ എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിപ്പിക്കുക, മനസ്സിലായി. ഇനിയും വരുന്ന തലമുറയെ വളർത്തിയെടുത്തുകൊണ്ട് വരിക, അവരെ ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ സ്റ്റേജാണ് മഹാപുരോഹിത ശുശ്രൂഷ എന്ന് പറയുന്നത്. അതാണ് ലെമീനോ, മസ്രിയ സാറ ലെമീനോ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഇറ്റ്സ് കൈൻഡ്, മനസ്സിലായി. ആ മഹാപുരോഹിതൻ്റെ ഏറ്റവും ഹാർഡായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആൾക്ക് വീടിൻ്റെ കാര്യം, സ്വന്തം കാര്യം നോക്കണം, വീടിൻ്റെ കാര്യം നോക്കണം, പള്ളിയുടെ കാര്യം നോക്കണം, അറ്റ് ദ സെയിം ടൈം ആ സമൂഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയുടെ കാര്യം നോക്കണം. ആ മഹാപുരോഹിതനാണ് ഒരു ബൗണ്ടറി വയ്ക്കുന്നത്. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും ഇവരുടെ ലൈഫ് സറൗണ്ടിങ് വിത്ത് അവരെല്ലാം യുണൈറ്റ് ചെയ്യുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോറയാണ്, മനസ്സിലായി. തോറയ്ക്ക് വെളിയിലോട്ട് അവർക്ക് പോകാൻ പറ്റത്തില്ല. വിതിൻ തോറ അവർ ബൗണ്ടറി വരച്ചിട്ട് അതിൻ്റെ അകത്ത് അവർ എൻജോയ് ചെയ്യാം, മനസ്സിലായി. നമ്മൾ പറയുന്നത് പലരാകുന്ന നമ്മൾ ക്രിസ്തുവിൽ ഒന്നാകുന്നത് പറയുന്നത്, അവർ പലരാകുന്ന അവർ തോറയിൽ ഒന്നാകുന്നു, മനസ്സിലായി. അവർ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവർ വരെ, മനസ്സിലായി. അപ്പം അതേപോലെ സമാഗമന കൂടാരത്തിന് ഇതുണ്ട്. ആദ്യത്തെ ശുശ്രൂഷ വെളിയിൽ ഉള്ളത്, വെളിയിലുള്ള യാഗം ആയിട്ട് കൊണ്ടിരുന്ന ശുശ്രൂഷ. പിന്നെ ഓൾട്ടർ ചെയ്യുന്ന കോർട്ട്യാർഡിൻ്റെ ശുശ്രൂഷ. പിന്നെ ഓൾട്ടറിൻ്റെ അവിടെ, യാഗപീഠത്തിൻ്റെ അവിടെ നിന്ന്. പിന്നെ സീഡ് ഹെർബ് എന്ന് പറയുന്നത് ഹോളി പ്ലേസിലെ ശുശ്രൂഷ. ഏറ്റവും അവസാനം വരുന്ന ഓസെപ്പെറി എന്ന് പറയുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഹോളി പ്ലേസ്, മോസ്റ്റ് ഹോളി പ്ലേസ്, മനസ്സിലായി. അങ്ങനെ അവരെ പോകുന്നത്. ഇനി നമ്മുടെ ഭാഗത്ത് വരുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അപ്പം നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞേ, നല്ല. ഇപ്പം ഇതിൻ്റെ അകത്ത് തെറ്റുകളല്ല, ഒരു തോറ എല്ലാവരെയും നോബഡി ഈസ് അബവ് തോറ, ഗാഡ്സ് കമാൻഡ്മെൻറ്റ്. ഇപ്പം കമാൻഡ്മെൻറ്റ് ലോ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എല്ലാ ആൾക്കാരും റോങ് വേയിലാണ് ചിന്തിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റ്സ് എന്ന് പറയുന്നതാണ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ ആദമും ഹവ്വയ്ക്കും ദൈവം ഒരു ലോ കൊടുത്തു. നടുക്കുള്ള ഫലം കഴിക്കരുത് എന്ന് പറയും. പക്ഷെങ്കിൽ അവരത് തെറ്റിച്ചു. ഭൂമിയോ വെജിറ്റേഷനോ അല്ലെങ്കിൽ സൂര്യചന്ദ്രാദികളോ മറ്റേ ക്രിയേറ്റ് ചെയ്ത ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ കൽപ്പന സങ്കീർത്തനം 19 സങ്കീർത്തനം വരുമ്പോൾ പറയുന്നത് എല്ലാം കറക്റ്റായിട്ടാണ് അതുകളെല്ലാം ചെയ്തത്. രണ്ട് വ്യക്തികളാണ്, രണ്ട് ക്രിയേഷൻസാണ് തെറ്റ് ചെയ്തതായിട്ട് നമ്മൾ കാണപ്പെടും. ഒന്ന് നമ്മൾ മനുഷ്യൻ ആദാം ചെയ്തതായിട്ട്, പിന്നെ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂതന്മാർ ചെയ്ത തെറ്റുകളെ പറ്റിയാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഈ എവറിത്തിങ് ഇസ് ലോ, ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റ് ലോ, അത് ഇവരെ എല്ലാം ബൈൻഡ് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ തോറ, ഗാഡ്സ് കമാൻഡ്മെൻറ്റ്, മനസ്സിലായി. ഈ കമാൻഡ്മെൻറ്റിന് എബവ് ആരുമില്ല, മനസ്സിലായി. ഇനിയും പറഞ്ഞുതരാം. അവരുടെ മഹാപുരോഹിതൻ അഹരോനെക്കാട്ടി വലിയ ഫിഗറായിരുന്നു മോശ, അല്ലേ? മോശ ഏറ്റവും വലിയ ഫിഗറാണ്, ഗാഡ് ലൈക്ക് ഫിഗറായിരുന്നു യഹൂദന്മാരെ സംബന്ധിച്ചോളം. മോശയോട് ദൈവം കൽപ്പിച്ചു, പാറയോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ മോശ അടിച്ചു. എന്തുകൊണ്ട്? മനുഷ്യരുടെ ഇതുകൊണ്ട് ആൾക്കാരെ ആഗ്രിവേറ്റ് ചെയ്തു, അല്ലെങ്കിൽ മോശയെ വല്ലാത്ത രീതി ട്രബിൾ ചെയ്തു. അന്നേരം മോശ കൊടുത്തു? പാറയെ അടിച്ചു. ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യാത്ത ഒരൊറ്റ കാരണത്താലാണ്
മോശയ്ക്ക് കിട്ടിയ ശിക്ഷ. സോ ഏറ്റവും വലിയ ആളായിരുന്നു മോശപ്പച്ചൻ. ഓക്കെ, മോശപ്പച്ചനെ പോലും ദൈവം ആ ശുശ്രൂഷയിൽ നിന്ന് വെറുതെ വിട്ടില്ല. അപ്പം നമ്മൾക്ക് ഇതുണ്ടോ? നമ്മളെ എക്സെപ്റ്റ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? പക്ഷേ ദൈവത്തിൻ്റെ കരുണയാലും കൃപയാലും നമുക്ക് ആർക്കും ഒന്നും സംഭവിക്കാതെ, ദൈവത്തിൻ്റെ പറയുന്ന ഡീപ്പ് പേഷ്യൻസ് കാരണം നമുക്കൊന്നും വരാൻ ഒറ്റ കാര്യം, ജനങ്ങളുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ ഉണർത്തിയില്ല എന്ന് പറഞ്ഞ ഒറ്റ കാര്യത്താൽ മോശപ്പച്ചനെ ശുശ്രൂഷ വാഗ്ദത്ത ദേശം കാണാനേ സാധിച്ചുള്ളൂ, എൻ്റർ ചെയ്യാൻ സാധിച്ചില്ല അല്ലേ? അപ്പം അത്രയും ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പം യേശുക്രിസ്തു പറയുന്നത്, പണ്ട് നിങ്ങൾ ഒരു സ്ത്രീയോട് സെക്ഷൽ കാര്യത്തിൽ ഏർപ്പെട്ടാലായിരുന്നു കുഴപ്പം. ഇപ്പം ഞാൻ പറയുന്നു, നിങ്ങൾ സ്ത്രീയെ ഒരു സെക്ഷൽ രീതിയിൽ നോക്കിയാൽ തെറ്റിപ്പോയി. മനസ്സിലായി? അപ്പം ആ മോശപ്പച്ചൻ്റെ അത്രയും സ്ട്രോങ് ആയിട്ട് ഒരു ഗ്ലോറിഫൈ ചെയ്യാത്തതിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഇപ്പോൾ എന്തോ ശിക്ഷയായിരിക്കും വരാൻ പോകുന്നത്. ഇനി ദൈവം എന്തെല്ലാം എത്രയോ തെറ്റുകൾ കാണിച്ചിട്ടുണ്ട്. ഒന്നും ദൈവം ശിക്ഷിക്കാതെ ആ ദൈവത്തിന് നന്ദി പറയാം. ദൈവീയ സ്വത്രം. ഓക്കെ, അപ്പം അത് ആദ്യം മോശപ്പച്ചനെ ഇത് വന്നു. ഓക്കെ, തെറ്റിയത്. അത് കഴിഞ്ഞ് അടുത്ത ഭാഗത്ത് വരുമ്പം അഹരോൻ മോശപ്പച്ചൻ മേലി ഈ പർവ്വതത്തിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കൽപ്പന വാങ്ങിക്കാൻ, കമാൻഡ്മെൻറ്റ് വാങ്ങിക്കാൻ പോയപ്പം പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കണ്ടെന്തുവാ, അഹരോൻ എന്തോ എടുത്തു, കല്ലെറിഞ്ഞ് പൊട്ടിച്ച് ദേഷ്യപ്പെട്ട് ആ ബിംബത്തെ അഴിച്ച് പൊട്ടിച്ച് ചാരമാക്കി വെള്ളത്തിൽ കലക്കി എല്ലാത്തിനെയും കുടിപ്പിക്കുകയുണ്ടായി. മനസ്സിലായി? രണ്ടാമത്തെ സ്റ്റേജ്. ഓക്കെ, ഒന്ന് മനുഷ്യൻ്റെ തെറ്റിനാണ് പാപം ചെയ്തത് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടത്. രണ്ട്, ആദ്യത്തത് ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്തില്ല, ദൈവത്തോടാണ് ഇത് തെറ്റിയത്, അതിന് ശിക്ഷയായിട്ട്. രണ്ടാമത് ചെയ്തതിന് ഇത് ചെയ്തോ, വെള്ളത്തിൻ്റെ സമയത്ത് ദൈവത്തിന് മോശപ്പച്ചന് ശിക്ഷ കിട്ടിയോ? ഇല്ല. ശിക്ഷ കിട്ടി കാണുമായിരിക്കും, പക്ഷേങ്കിൽ വാഗ്ദത്ത ദേശം ഇത് ചെയ്യുന്നത് പോലല്ല. അപ്പോൾ എപ്പോഴും ഓർത്തോണം, ഒരു മനുഷ്യനോട് ചെയ്യുമ്പോൾ നമുക്ക് നിരക്കാം, ദൈവത്തോട് തെറ്റ് ചെയ്താൽ നിരക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഇത് വരുമ്പോൾ ദാദാബും കോരഹും ദാദാബും അബീരാവും പാപം എതിർത്തപ്പം മോശപ്പച്ചൻ എന്ത് കൊടുത്തു? ഇന്ത്യയില്ല. ഒരു വളർച്ച കണ്ടോ? ആദ്യത്തെ സ്റ്റേജിൽ ഇത് ചെയ്തു, രണ്ടാമത് വന്നപ്പോൾ ഇങ്ങനെ വന്നു, 8 വർഷം മൂന്നാമത് വന്നപ്പോൾ എന്ത് വെച്ചു? കറക്റ്റ് മച്യൂരിറ്റി പ്രാപിച്ചു. ഇതെല്ലാം 3 ഭാഗത്തും ഓരോരുത്തർ ആഗ്രിവേറ്റ് ചെയ്തതാണ്. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം ഇനിയും പറയാൻ പോകുന്ന ഇച്ചിരി വേദനാജനകമായ കാര്യമാണെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ യൂട്യൂബിൻ്റെ അകത്തും നമ്മുടെ ചുറ്റുവട്ടത്തും ഒത്തിരിയും പ്രസംഗങ്ങൾ മനുഷ്യനെ കുത്തി പ്രസംഗിക്കുന്നത്. ഞാൻ ഇന്ന് ഇത്രയും 2 ആഴ്ച താമസിക്കാൻ കാര്യം, ആരെയും വേദനിപ്പിക്കരുത്, എന്നാൽ എനിക്ക് കറക്റ്റ് മെസ്സേജ് കേൾപ്പിക്കുകയും ചെയ്യണം. ഇതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തും മറ്റൊരാളോട്ട് ഷെയർ ചെയ്ത് എല്ലാം ദൈവത്തോടും പരിശുദ്ധമായിട്ട് ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്ത് ഇത്ര സമയം. മൈ ഗോൾ ഈസ് ടു ആൾക്കാരുടെ ഡെയിലി ലൈഫിൽ ഒരു ഇമ്പാക്റ്റ്ഫുൾ ഫിയർ ഓഫ് ദ ഗാഡ് ജനങ്ങളിൽ എത്തിക്കുക. മനസ്സിലായി? അത്രയേ ഉള്ളൂ എൻ്റെ ഇത്. പക്ഷെങ്കിൽ പല സമയത്തും ഞാൻ പല ആൾക്കാരെ കൂടെ കണ്ടിട്ടുണ്ട് വചനമെടുത്ത് മറ്റൊരാളെ കുത്തി പ്രസംഗിക്കുന്നത്. എൻ്റെ ദൈവമേ, എന്തൊരു പേടിജനകമായി. എൻ്റെ മിടുക്കുകൊണ്ടോ എൻ്റെ പിതാക്കന്മാരുടെ മിടുക്കുകൊണ്ടോ എനിക്ക് കിട്ടിയതല്ല വചനം. ഇതിൻ്റെ പുറകിൽ ഓരോ ആളുടെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്താൽ കിട്ടിയതും യേശുക്രിസ്തുവിൻ്റെ ഒരു ഭയങ്കരമായ ഒരു ജീവിതം ഇതിൻ്റെ പുറകിൽ. He gave his own life to save us from the sin. അത്രയും കഷ്ടപ്പെട്ട് തന്ന് നമ്മുടെ ഇൻസ്ട്രക്ഷനായിട്ട് തന്നെ തിമോത്തിയോസിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. വചനം ഇസ് ഇൻസ്പയർഡ് ബൈ ഗാഡ്. അതിൻ്റെ അകത്ത് റിപ്രൂഫും കറക്ഷനും എല്ലാം ഉണ്ട്. ബട്ട് വചനത്തിൻ്റെ അകത്തുണ്ട്. ഇപ്പം ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ അകത്ത്
എൻ്റെ അകത്തോട്ട് എൻ്റെ ഉദ്ദേശം നിങ്ങളെ കുത്തി നോക്കിയല്ല, പക്ഷേ നിങ്ങളത് വേദനിച്ചാൽ അത് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പാപബോധത്തെ പറ്റിയിട്ട്. ബട്ട് ഞാൻ ഈ വചനമെടുത്ത് ഒരാളെ കുത്തി ശുശ്രൂഷിച്ചാൽ ആസ് ഡേഞ്ചറസ്. എനിക്കതിനുള്ള അധികാരമില്ല. മനസ്സിലായോ? അധികാരമില്ല. അപ്പം ഈ അധികാരം എന്നിൽ ഫരമേൽപ്പിച്ച ബൈബിൾ വാസ് ഗിവൻ ടു മീ ടു preach the word, make disciple. അതിൻ പ്രകാരം ജീവിക്കാനും ഡിസൈപ്പിൾസിനെ മേക്ക് ചെയ്യാനും. പല ആൾക്കാരും മറന്നു പോകുന്നുണ്ട്. ചില ആൾക്കാർ സ്വയമായിട്ട് ജീവിക്കാൻ മറന്നു പോകുന്നുണ്ട്, പക്ഷേ ഡിസൈപ്പിൾസിനെ മേക്ക് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ രണ്ടും മറന്നു പോകുന്നു. ചില ആൾക്കാർ സ്വയമായിട്ട് ജീവിക്കുന്നുണ്ട്, പക്ഷേ ഡിസൈപ്പിൾസിനെ ഇത് സ്വന്തം ഇൻസ്ട്രക്ഷനും മറ്റുള്ളവർക്ക് ഇത് ഇൻസ്ട്രക്റ്റ് ചെയ്യാനല്ല, മറ്റുള്ളവർ പ്രസംഗിക്കാനാണ്. ഹോളി സ്പിരിറ്റിനെ ഇൻസ്ട്രക്റ്റ് ചെയ്തോളൂ മറ്റുള്ളവർ. മനസ്സിലായി? അപ്പം അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇപ്പം ഒന്ന് കൊത്തി പ്രസംഗിക്കുന്നത് ശരിയായിരിക്കും, ജനങ്ങൾ ആഗ്രവേറ്റ് ചെയ്യുമായിരിക്കും. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെൻ യു ആർ വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ്. ആർക്കാ ലയബിലിറ്റി ഉള്ളത്? നമ്മൾ ദൈവത്തോടാണ് കണക്ക് പറയുന്ന ഓരോ വാക്കിനും നമ്മൾ ദൈവത്തിനോട് കണക്ക് പറയേണ്ടതാണ്. അതോ ചില സമയത്ത് എനിക്കിത് പേടി, ഞാൻ ഒത്തിരി വാചകം അടിക്കുന്ന ടൈപ്പ് വ്യക്തിയാണ്, ഒത്തിരി സംസാരിക്കുന്ന ടൈപ്പ്. എന്നോട് സംസാരിച്ച ആൾക്കാർക്കെല്ലാം അറിയാം. ഞാൻ 1 മിനിറ്റ് എനിക്ക് തന്നാൽ ഞാൻ അവരെ അവിടെ കുത്തിയിരുത്തി 5 മിനിറ്റ് അല്ലെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന ഒരു സംസാരത്തിൽ കൂടി ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ലെസണായിട്ടുള്ള ഞാൻ പഠിച്ചതും ഓരോ വാക്കിനും വില കൊടുക്കണം. മാത്രമല്ല ഇതെടുത്ത ഒരാളെ കുത്തി പ്രസംഗിക്കാൻ പറ്റത്തുമില്ല. വാചകം അടിച്ച് നമ്മൾ മനുഷ്യനോട് തെറ്റ് ചെയ്താൽ നമുക്ക് ക്ഷമിക്കാം, നമ്മൾ ദൈവത്തോട് ക്ഷമിക്കാം. പക്ഷെ ദൈവം നമ്മളിൽ ഫലമേൽപ്പിച്ച വചനം നമ്മൾ ദൈവത്തിനോട് തന്നെ തെറ്റ് ചെയ്താൽ എവിടെ പോയി ക്ഷമിക്കാനാ? എങ്ങനെ ക്ഷമിക്കാനാ? ഒരു ഫിയർ ഓഫ് ദ ലോഡ്, വചനത്തിനോടുള്ള വചനം എടുത്ത് ഒരുമാതിരി കുത്തി പ്രസംഗിക്കുക, കോമഡി പറയുക, കോമഡി ഇതേപോലെ കഥാപ്രസംഗം നടത്തുക, എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക, എൻ്റർടൈൻ ചെയ്ത് മനുഷ്യരെ ഇങ്ങനെ ഇളക്കി ചിരിപ്പിക്കുക, എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക. അതേപോലെ അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യത്തിന് വേണ്ടി വചനം യൂസ് ചെയ്യുന്നു. ദാറ്റ്സ് റോങ്. അത് തെറ്റാണ്, ചെയ്യരുതങ്ങനെ. വചനത്തിന് കൊടുക്കേണ്ട ഡീപ്പ് ഇത് കൊടുക്കണം, ആ റെഫറൻസ് കൊടുക്കണം. ഇത് നമ്മുടെ ജനറേഷൻ കാണണം. മനസ്സിലായി? അടുത്ത ഒരു ജനറേഷൻ അത് കാണുമ്പം അവർക്കും ഫിയർ തോന്നണം. മനസ്സിലായോ? അവർക്കും ഫിയർ തോന്നും. ഇപ്പം പണ്ടൊക്കെ ഞങ്ങൾ ഓതറ ചർച്ചിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഓരോ അപ്പച്ചന്മാർ വരും. ചില സമയത്ത് മാങ്ങാനം ജോസഫ് ആ അപ്പച്ചൻ വരും. ചില സമയത്ത് മരിച്ചുപോയ ചാക്കോച്ചൻ അപ്പച്ചൻ പഠിപ്പിക്കുന്ന ചാക്കോച്ചൻ അപ്പച്ചൻ വരും. എം വി ചാക്കോ സാറ് വരും. അവരൊക്കെ വരുമ്പം എന്ത് ഫിയറോട്. ചില സമയത്തൊക്കെ ചില പാഷന്മാരൊക്കെ ഒരു പകുതി സമയമാകുമ്പം കയറി വരും. തലേ തുണിയിടാത്ത ആൻറ്റിമാരെല്ലാം തല തുണി എല്ലാവരും അത്രയും നേരം അലസയിരിക്കുന്ന എല്ലാവരും സ്ട്രെയിറ്റായിട്ടിരുന്നു. എത്ര ഭയഭക്തിയോടാണ് ഇരിക്കുന്നത് ബിക്കോസ് ദേ ഗേവ് ഫുൾ റെഫറൻസ് ടു ഗാഡ്. ദൈവത്തിന് ഫുൾ റെഫറൻസ് കൊടുക്കും. കൊടുക്കുന്നത് പോലെ എന്താണ് കാണുന്ന ജനങ്ങളും അവരെ ഭയപ്പെടും. അവരോടുള്ള ഭയം മാത്രമല്ല, അതൊരു ദൈവത്തിൻ്റെ ദാസനാണ്, കുഞ്ഞു കളിക്കരുത് എന്നുള്ള ഒരു ബോധത്തോടുകൂടി ഇന്ന് ഒരു സംഭവമേ നഷ്ടപ്പെട്ടു പോയി. ദർ ഫിയർ, ഒരു റെഫറൻസ്. ഇത് ഇന്ന് ആർക്കും എങ്ങനെയും വചനമെടുത്ത് ആൾക്കാരെ കുത്തി നോക്കിച്ച് പ്രസംഗിക്കാം, അല്ലെങ്കിൽ കോമഡിയാക്കാം, അല്ലെങ്കിൽ കഥാപ്രസംഗം നടത്താം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡോണ്ട് ഡു ഇറ്റ്. കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. ഈ ഹണിക്കൊരു കുഴപ്പമുണ്ട്. ഹണി റോങ്ങായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം മരണം വരത്തില്ല. അത് ടോക്സിക്കായിട്ട് ബോഡി ബിൽഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരനൊരു അസുഖം വരും. അസുഖത്തെ പിന്നെ ഒരിക്കലും ചികിത്സിച്ച് മാറ്റാൻ പറ്റത്തില്ലെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് ഹണി എടുക്കുന്നത് സൂക്ഷിച്ചു വേണം. ഓക്കെ. അപ്പം പറയാൻ ഉദ്ദേശിച്ചാൽ അതേപോലെ അത് പറയുന്ന ഒരാളുടെ അവസ്ഥ, രണ്ടാമത്തെ കേൾക്കുന്ന ഒരാളുടെ അവസ്ഥ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞു, എൻ്റെ ഉദ്ദേശം കുത്തി പ്രസംഗിക്കുകയല്ല, ആ ആൾക്കാരിലെ കുറ്റം പറയല്ല. ചില ആൾക്കാർ റോങ് ആയിട്ടുള്ള രീതിയിൽ
ബൈബിൾ എടുക്കുമ്പോൾ ഇനി നിങ്ങളത് കാണും, ഈ കേൾക്കുമ്പോൾ നിങ്ങളത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് സ്റ്റാപ്പ് ദം. മനസ്സിലായി? അവരെ നിർത്തണം. അങ്ങനെ എടുപ്പിക്കരുത്, റോങ്ങായിട്ട് എടുപ്പിക്കരുത്. പരസ്യമായിട്ട് അങ്ങനെ മറ്റൊരാളെ കുത്തി പ്രസംഗിക്കാനും എടുക്കില്ല. ബൈബിൾ ഈസ് എന്താ ഒരു ഫിയർ കൊടുക്കണം, റെവറൻസ് കൊടുക്കണം. നമ്മളിൽ ഒരു ഒരു റെവറൻസ് ഉണ്ടെങ്കിലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റെവറൻസ് ഉണ്ടാകത്തുള്ളൂ, അത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? അപ്പം പറഞ്ഞതിൻ്റെ എൻ്റെ ഉദ്ദേശം ആരെയും കുത്തി പറയുകയല്ല, കുത്തി നോക്കിയല്ല. മനസ്സിലായി? ഇങ്ങനെയൊന്നും ചെയ്യരുത്. യു ഷുഡ് ഗീവ് റെവറൻസ് ടു ഗാഡ്. ഓക്കെ, അപ്പോൾ അത്രയും മാത്രമേ ഞാൻ ഇതിൽ നിന്ന് ഉദ്ദേശിക്കൂ. അതേപോലെ ഇത് പറയുന്ന ആൾക്കാർ, രണ്ടാമത് കേൾക്കുന്ന ആൾക്കാർ, നമ്മൾ പറയുന്ന ഒരു ആമേൻ പോലും ദൈവനാമ മഹത്വത്തിന് ഉപ്പിനാൽ രുചി വരുത്തതായിരിക്കും. പക്ഷെ മറ്റൊരു സഹോദരനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. മനസ്സിലായല്ലോ? ഞാൻ ഇപ്പം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശം മനസ്സിലായല്ലോ എന്തുവാണ്? ഇപ്പം ഇന്ന് പ്രസംഗിച്ചത് അവനെ കൊള്ളിച്ച അങ്ങനെ പോലും പറയരുത്. മനസ്സിലായി? അത് എനിക്കുള്ളതാണ്, എൻ്റെ മെസ്സേജ് എന്നുള്ള രീതി പറയണം. മനസ്സിലായി? അത് കുത്തിപ്രസംഗിക്കുന്നതായിരിക്കരുത്. ഹോളി സ്പിരിറ്റിനാൽ എന്തോ ഹീബ്രുവിനകത്ത് പറയുന്നത് വചനം ഇരുവാഴ്ത്തിലുള്ള വാളാണ്. മനസ്സിലായി? അത് മറ്റേ മേധസ്സിനെ എല്ലാം ഗണിപ്പിക്കുന്ന രീതി. സോ ഹോളി സ്പിരിറ്റ് വിൽ ഡു ദ വർക്ക്. വി ജസ്റ്റ് preach. അവർ ജോബ് ഇസ് ടു preach, make disciples. മനസ്സിലായി? ലെറ്റ് ഹോളി സ്പിരിറ്റ് ഡു ദ ഡീപ്പ് ക്ലീനിങ് ആൻഡ് എവറിത്തിങ്. മനസ്സിലായി? അപ്പം അതേപോലെ തന്നെ നമ്മുടെ സ്തോത്രങ്ങളും ആമേൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ ആകട്ടെ. ഒരു ഡിഗ്രിയാണ്, ഒരു കമാൻഡ്മെൻറ്റ് സീൽ ഒപ്പ് ചെയ്ത് വയ്ക്കുന്നതല്ല. ഹല്ലേലൂയ എന്ന് പറയുന്നത്, ഹല്ലേൽ എന്ന് പറഞ്ഞാൽ പ്രൈസ് ടു യാഹ്, ദൈവത്തിന് സ്തുതി കൊടുക്കുക എന്നുള്ളതാണ് ഹല്ലേലൂയ എന്ന് പറയുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞത് ഒരു ഹിന്ദു വാക്കാണ്, സംസ്കൃതം വേർഡാണ്. ഹിന്ദു ആൾക്കാർ അത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്തോത്രം സ്തുതിയും ഹിന്ദു ആൾക്കാർ അവരുടെ ദൈവത്തിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ട് പിൽക്കാലത്ത് സംസ്കൃത വേർഡാണ്. 3 വേർഡ് സോ ത റം എന്നുള്ളത്. ആദ്യം അത് സംസ്കൃതം, പിന്നെ തമിഴിൽ വന്നപ്പോൾ അത് THU എസ് ഇല്ലായിരുന്നു അതിൻ്റെ ഫ്രണ്ടിൽ, പിന്നാണ് അത് സ്തോത്രം എന്ന് പറഞ്ഞ് വന്നത്. അപ്പം നമ്മുടെ സ്തോത്രങ്ങൾ പോലും ദൈവത്തിന്, സ്തോത്രം എന്നുള്ളതിൻ്റെ അർത്ഥം ദൈവത്തിന് പാടുക, ദൈവത്തിന് സ്തുതി കൊടുക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഗ്ലോറിഫൈ ഗാഡ്. മനസ്സിലായി? അപ്പം നമ്മളുടെ പ്രസംഗങ്ങളായാലും നമ്മുടെ സ്തോത്രങ്ങളായാലും നമ്മുടെ എന്തോ ആയാലും നമ്മുടെ ജീവിതം ഹോൾ ലൈഫ് ആയാലും ഇറ്റ് ഷുഡ് ബി എ പ്രൈസിങ് ടു ഗാഡ്. മനസ്സിലായി? അത് ഞാൻ ആദ്യം എനിക്കത് ജീവിതത്തിൽ പ്രാബല്യപ്പെടുത്താൻ വന്നിട്ട് തന്നെ, അതുകൊണ്ട് അതിന് ശേഷമാണ് ഞാൻ ഇന്നേ വരെ കുത്തിപ്രസംഗിക്കാൻ ആരും നോക്കിയിട്ടില്ല, ശ്രമിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ചില സമയങ്ങളിൽ പറയുമ്പം ആ എക്സാമ്പിൾസൊക്കെ കൊടുക്കുമ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ജനങ്ങളെ വേദനിപ്പിച്ചിട്ടൊന്നും കേട്ടോ. എൻ്റെ ഉദ്ദേശം നെവർ അത് ചെറുപ്രായം മുതലേ എൻ്റെ പേരൻസും എന്നെ വളർത്തിക്കൊണ്ട് വന്ന ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യം, ഗീവ് അൾട്ടിമേറ്റ് ഫിയർ ടു ഗാഡ്. ആരെയും ഇങ്ങനെ പറയരുത്. പക്ഷേ ചില സമയത്ത് എക്സാമ്പിൾസ്, ആശയം മനസ്സിലാക്കാൻ വേണ്ടി എക്സാമ്പിൾസ് കൊടുക്കേണ്ടി വരുന്നപ്പം ഇതായിട്ടുണ്ട്, തെറ്റിപ്പോയിട്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എൻ്റെ സാറ് പറഞ്ഞ നട്ടലില്ലാതെ എന്ന് പറഞ്ഞ്. അത് ആദ്യം എൻ്റെ ജീവിതത്തിലെ അതെടുത്ത് എൻ്റെ ജീവിതത്തെ ശോധന ചെയ്തിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, അപ്പം ആരെയും കുത്തിപ്രസംഗിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. മനസ്സിലായി? നോബഡി ഈസ് അബൌട്ട് ദ ലോ, നോബഡി ഈസ് അബൌട്ട് ദ വേർഡ് ഓഫ് ഗാഡ്. ഓക്കെ, അപ്പം അറിയാലോ മോശയുടെ കാര്യത്തിൽ സംഭവിച്ചു. ഇനി മോശപ്പിച്ചൻ്റെ കാര്യത്തിൽ സംഭവിച്ചു. ഇനിയും മിരിയാമിൻ്റെ കാര്യത്തിൽ മോശയുടെ ഇത് ചെയ്തു. മോശ കൂഷിയ സ്ത്രീയെ കല്യാണം കഴിച്ചെന്നുള്ള രീതി വന്ന് മിരിയാമിനെന്ന് പറ്റി ഇത് വന്ന് എന്തോ ത്വക്കിലുള്ള രോഗം, ലെപ്രസി വന്ന് പാളയത്തിന് പുറത്തു പോകേണ്ടി വന്നു. മനസ്സിലായി? ദൈവദാസന്മാരെ കുറ്റം പറയരുത് എന്നുള്ള. അപ്പം പാളയത്തിന് പുറത്ത് പോകേണ്ടി വന്നു. മിരിയാം അമ്പച്ചി ഈസ് നോ എക്സംഷൻ. ഇനി അഹരോൻ കാളക്കുട്ടി ഉണ്ടാക്കിയ പ്രശ്നത്തിൽ അഹരോനും വാഗ്ദത്ത ദേശം നഷ്ടപ്പെട്ടു പോയി. അത് ഇനി അതേപോലെ അഹരോൻ്റെ മക്കളായ ഒരു സൈഡിൽ ഫിനഹാസ് നല്ല ചെയ്തെങ്കിൽ മറ്റേ സൈഡിൽ നാദാബും അബീഹും അന്യാഗ്നി കത്തിച്ചു.
ഇവൻ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോലും, അത് നമ്മുടെ ബൈബിളിൽ അല്ല, നമ്മുടെ പള്ളികളിൽ ഒരു ശുശ്രൂഷ നടത്തുന്ന ആൾക്കാരെ പോലും യു ആർ നോട്ട് above the word of God, you are not above the commandment. അത് അറിയാലോ എന്ത് പറ്റിയെന്ന് അവർക്ക് സംഭവിച്ചത്. ഊസ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതാണോ ഇല്ലയോ നമുക്കറിയത്തില്ല. നോർമൽ പേഴ്സൺ ആണോ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതാണ്? എന്ത് പറ്റി? ഊസയ്ക്ക് സംഭവിച്ചാൽ അറിയാമല്ലോ. അതേപോലെ അടുത്തതായി മുമ്പ് പറഞ്ഞ പോലെ നാദാബ് അബീഹു, അവരുടെ കാര്യം അറിയാമല്ലോ. അവരും എതിർത്തു. ആര് തന്നെ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്തു? മോശയെ ക്വസ്റ്റ്യൻ ചെയ്തത് മാത്രമല്ല, ദൈവത്തെയും ക്വസ്റ്റ്യൻ ചെയ്തു. എന്ത് പറ്റി? വാവലാണ്. സോ നോബഡി ഈസ് അബവ്. ഇത് നമ്മളിൽ ഫരമേൽപ്പിച്ച നമുക്ക് കണക്ക് കൊടുക്കേണ്ടിയാണ്. എന്തോ 10 താലന്ത് തന്ന ആ വ്യക്തി 10 5 1 താലന്ത് തന്ന ആൾക്കാരെ പോലെ നമുക്ക് കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. അന്ന് ആ ഒരു പേടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. നമ്മൾ ഇന്ന് കൊത്തി പ്രസംഗം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരിത് കാണുന്നുണ്ട്. അവർ ഇതിൻ്റെ വേഴ്സായിട്ട് പിന്നെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതേപോലെ നമ്മൾ ഇപ്പം നമ്മുടെ സ്വതന്ത്രങ്ങൾ അല്ലെങ്കിൽ റോങ് ഫുള്ളി വേണമെന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല, അവരും ആ സെയിം തിങ്ങേ ചെയ്യത്തുള്ളൂ നാളെ. പിന്നെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തി ഇപ്പോഴത്തെ ചെറുപ്പക്കാരിങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് അവർ കാണുന്നത്. ഇപ്പം എനിക്ക് മുമ്പിലുള്ളവർ ചെയ്തത് ഞാൻ കണ്ടു പഠിച്ചേ എന്ന് പറയുന്നതല്ല. ഓക്കെ, ഇപ്പം ഞാൻ റോങ് ആയിട്ടാ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയല്ലേ ബാഡ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായി? അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം നോബഡി ഈസ് അബവ് ദ ലോ. മനസ്സിലായി? ആ ഒരു ഇത്. അപ്പം യഹൂദന്മാരുടെ എല്ലാം യുണൈറ്റ് ചെയ്യുന്നത്, അതേപോലെ നമ്മളുടെ എല്ലാം യുണൈറ്റ് ചെയ്യുന്ന ക്രിസ്തു. നമുക്ക് വേണ്ടി ക്രിസ്തു ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ഈ വചനവും നമ്മൾ ഈ വിശ്വാസത്തിൽ വന്നിരിക്കുന്നത്. ഇത് നമ്മളുടെ കഴിവുകൊണ്ടാണോ? അല്ല. നമ്മുടെ പിതാക്കന്മാരുടെ കഴിവുകൊണ്ട് അല്ല. നമുക്ക് ഇറ്റ് വാസ് ഗിവൻ ടു അസ്, എൻട്രസ്റ്റഡ് ടു അസ്. നാളെ ഇതിൻ്റെ ഒരു വരമേൽപ്പിച്ച കാര്യം, നാളെ ഇതിന് കണക്ക് കൊടുക്കട്ടെ ജീവിതത്തെ. ആ ഉള്ളൊരു റെവറൻസ്, ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. അപ്പോൾ ആ ദൈവത്തിനൊരു ഫിയറുണ്ട്. ദൈവത്തിൻ്റെ ഫിയർ കാണിച്ചാൽ അപ്പോൾ അടുത്ത നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ ക്രിസ്ത്യൻ സ്പ്രൗട്ടിലെ പറ്റി ആദ്യത്തത് വീണ്ടും ജനനം. ഈ വീണ്ടും ജനനം ഒരു മസ്റ്റ് സംഭവമാണ്. വീണ്ടും ജനനം എല്ലാം സ്ഥാനപ്പെടാമോ? യെസ്, സ്ഥാനപ്പെടാം. ഞാൻ ഒത്തിരി ആൾക്കാരെ ഇത് കേട്ടിട്ടുണ്ട്, വീണ്ടും ജനിക്കാൻ സ്ഥാനപ്പെട്ടിട്ട്. ഇവൻ ബൈബിൾ സ്കൂളിൽ വരെ പോയി പഠിച്ച ആൾക്കാർ അവിടെ നിന്ന് വീണ്ടും ജനിച്ച് അനുഭവം ഉണ്ടായിട്ടുള്ള ഞാൻ കേട്ടിട്ടുണ്ട്. ആൾക്കാരെ അനുഭവസാക്ഷ്യം ഒക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം വീണ്ടും ജനനം നമുക്കറിയാം ആരെയാണ് പറയാൻ പോകുന്നത്. നിക്കോദെമോസിനോട് യേശുക്രിസ്തു അമ്മേനെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ പറ്റത്തില്ല. വീണ്ടും ജനനം. അടുത്ത സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജ് ഇൻഫൻറ്റ് ഫെയ്ത്ത്, ടെൻഡർ ദശേ. ആദ്യം ടച്ചേ, പിന്നെ ദശേ എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ അതൊരു വീക്ക് ഫെയ്ത്ത്. നമ്മുടെ വീണ്ടും ജനിക്കപ്പെട്ട അവസ്ഥ അത് വെളിയിൽ കാണിക്കുക. മനസ്സിലായി? ഇപ്പോൾ ഒരു കൊച്ചിനെ ഒരു ക്യാൻഡി കിട്ടിയാൽ അത് വെറുതെ ഇരിക്കുമോ? അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ സന്തോഷവും, അല്ലെങ്കിൽ ടോയ് കിട്ടിയ അതിൻ്റെ ആ സന്തോഷം അത് ഏതൊക്കെ രീതിയിൽ പ്രകടപ്പെടുത്താമോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫൻറ്റ് സ്റ്റേജ്. നമ്മളുടെ ഫെയ്ത്ത് ഇത് നാണിച്ചുഴത്തിരിക്കുകയല്ലേ ചെയ്യുന്നത്. ദൃഢത്തോടുകൂടി ഞാൻ എൻ്റെ ദൈവത്തെ സാക്ഷിക്കുന്നു എന്ന് പറഞ്ഞുള്ള അമ്മേനമ്മ ഞാൻ നിങ്ങളോട് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ പറ്റും? എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം കാണാൻ പറ്റത്തില്ല, പിന്നെ എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഒരു ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായി? അപ്പം അടുത്ത നെക്സ്റ്റ് സ്പിരിച്വൽ ഗ്രോത്താണ്. പത്രോസ് പറയുന്നത് എന്തോ, നിങ്ങൾ ന്യൂ ബോൺ ബേബീസാണ്, പ്യുവർ മിൽക്കിന് വേണ്ടി ഇത് പൗലോസ് അപ്പോസ്തലനും പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾക്ക് കട്ടിയായിട്ടുള്ള ആഹാരം തരാൻ പറ്റത്തില്ല. ഇപ്പോഴും നിങ്ങൾ പാല് മാത്രമേ നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. 1 Corinthians 2 അവസാന ഭാഗങ്ങളിൽ 3:1 ആദ്യ ഭാഗങ്ങളിൽ 3 ആൾക്കാരെ കാണുന്നുണ്ട്. ഒന്ന് പ്രാകൃതൻ, ജഡീകൻ, ആത്മീയൻ. ഓക്കെ, അപ്പം
ലിറ്റിൽ ഫെയ്ത്ത്, നമ്മുടെ ആ ഫെയ്ത്ത് എക്സ്പ്രസ് ചെയ്യുന്നത്, കാണിക്കുക സമയം. ഈ സമയത്താണ് നമുക്ക് വരേണ്ട ചേഞ്ചസ്. പലപ്പോഴും കേട്ടില്ലേ, കള്ളുടിയൻ പണ്ട് വീട്ടിൽ വരുമ്പം പട്ടിക്കടി 2 തൊഴി കൊടുക്കും. പിന്നെ വരുന്ന കള്ളുടിയൻ എന്തെടുക്കും? ആ പട്ടി പോലും വീട്ടിൽ സ്വസ്ഥതയോടെ സമാധാനത്തോടെ കിടക്കും. അതാണ് ആ ടെൻഡർ ഫെയ്ത്ത് എക്സ്പ്രസ് ചെയ്യേണ്ട സമയം. 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മസ്രിയ സാറ എസൈൻ. ഇത് 3ാമത്തെ സ്റ്റേജിൻ്റെ അകത്ത് അപ്പോൾ ഇതിലൊക്കെ ആദ്യം ഏറ്റവും സ്പ്രൗട്ട് വീണ്ടും ജനനത്തിന് മുമ്പേ ഒരു ഇതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവം എന്താ സോവേഴ്സ്, നമ്മളെന്തോ നല്ല നിലത്ത് വേണ വിത്ത് പറയും. നമുക്ക് വേണ്ടി ദൈവം ഫർണമെൻസും ലൈറ്റും ലൈറ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ലൈറ്റിന് കൊണ്ട് നമ്മൾ കരിഞ്ഞു പോയിരിക്കാൻ വേണ്ടി ഫർണമെൻസ് വെച്ചു. നമുക്ക് വെള്ളത്താൽ സോക്ക് ചെയ്ത ഒരു ഭൂമിയെ നമുക്ക് കിട്ടി, വളക്കൂറുള്ള ഭൂമിയെ കിട്ടി. മനസ്സിലായോ? നല്ലൊരു വളക്കൂറുള്ളൊരു വളമയമുള്ളൊരു ഭൂമിയെ കിട്ടി. ഇനിയും വിത്ത് നമ്മൾ അതിനെപ്പറ്റി എന്താ പറയുന്നത്? ജോണിൻ്റെ അകത്ത് എന്താ പറയുന്നത്? ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തിട്ടില്ലെങ്കിൽ വീണ്ടും ജനനത്തിൻ്റെ അവസ്ഥയാണ്. നമ്മൾ പുറമേ ചത്തില്ലെങ്കിൽ, അകമേ ചത്തില്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഇങ്ങനെ മനസ്സിലായോ? അപ്പം പണ്ട് ഒരു ദേവദാസൻ പറഞ്ഞതുകൊണ്ട് ഈ ചത്തവനെയും ചാകാത്തവനെയും ഈ ചാകാൻ പോകുന്ന അവസ്ഥയിൽ ചത്തവനുണ്ടല്ലോ എപ്പോഴും സന്തോഷിക്കും, എപ്പോഴും മുന്നോട്ട് കയറണമെന്നായിരിക്കും. ഈ ചാകാൻ കിടക്കുന്ന ആൾ എപ്പോഴും അവിടെ ഇവിടെ ഇങ്ങനെ കിടന്ന് പടച്ചുകൊണ്ടിരിക്കും. മീനുകളുടെ അവസ്ഥ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ശരിക്കും ചാകാത്തവൻ എങ്ങനെയായിരിക്കും? ഫ്രീസർ വിശ്വാസി എന്നാണ് പറയുന്നത്. ഒരിടത്തെത്തി അവിടെ എത്തിക്കോളൂ. മനസ്സിലായി? എന്നിട്ട് ഇരുന്ന് ശല്യം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസം എന്ന് ഒരു ദൈവദാസൻ പണ്ട് പറയണ്ടായി. അപ്പോൾ അന്ന് പറഞ്ഞത് നെൽമണി അല്ല, ഗോതമ്പ് മണി നിലത്ത് വീണ്. ഗോതമ്പെന്ന് പറയുന്നത് നല്ല ഫൈനസ്റ്റ് ഗ്രെയിനാണ് ഇസ്രായേലെ. ബാർലി ഗോതമ്പുമാണ് അവരുടെ. ബാർലി ഹാർവെസ്റ്റ്, വീറ്റ് ഹാർവെസ്റ്റ്. നെൽമണി നമ്മളെ ഒരു നല്ലൊരു ഫൈനസ്റ്റ് പ്രീമിയം നെൽമണിയായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ നെൽമണി നിലത്ത് വീണ് ചത്തെങ്കിലേ ഉള്ളൂ. ചത്തില്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ വന്ന് ഓരോന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ അകത്തിരിക്കുന്നതെല്ലാം വെളിയിൽ വരികയും ഒക്കെ ചെയ്യും. ഫുള്ള് ചാകണം. മനസ്സിലായി? ഒന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ചത്ത് കഴിഞ്ഞാൽ അടുത്ത വീണ്ടും ജനനം, അത് കഴിഞ്ഞ് ലിറ്റിൽ ഫെയ്ത്ത്, അത് കഴിഞ്ഞ് ഉള്ള സ്റ്റേജാണ് ഡിസൈപ്പിൾഷിപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതും പഠിച്ചതും കേട്ടതും എല്ലാം മറ്റുള്ളവരോട് പറയുക. നമ്മുടെ ജീവിതത്തിൽ പ്രാഗൽഭ്യമാക്കി, നമ്മുടെ ജീവിതത്തിൽ അതാദ്യം ഇത് ചെയ്തിട്ട് അത് മറ്റുള്ളവരെ കൂടെ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. മേക്ക് ഡിസൈപ്പിൾസ്. കമാൻഡ്മെൻ്റ് എന്തോ? നിങ്ങൾ കാത്തിരുന്ന ശക്തിയെ ഭാവിച്ചിട്ട് ഭൂമിയുടെ അറ്റത്ത് പോകണം. ഭൂമിയുടെ അറ്റത്ത് പോകാൻ പറ്റിയില്ലെങ്കിലും തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെങ്കിലും എന്തോ മദർ തെരേസ പറയുന്നത്, നിങ്ങൾക്ക് 100 പേർക്ക് ഫുഡ് കൊടുത്തില്ലെങ്കിലും ഒരാൾക്കെങ്കിലും ഫുഡ് കൊടുക്കുക. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ 100 പേരെ രക്ഷപ്പെടുത്തിയില്ലെങ്കിലും അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സ്വയമായിട്ടെങ്കിലും രക്ഷപ്പെടുക. മനസ്സിലായി? ആ ഒരു സ്റ്റേജാണ് ഇത് പറയുന്നത്. വളർച്ചയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പഠിച്ചതും പറഞ്ഞ കാര്യം, ഡിസൈപ്പിൾഷിപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. മനസ്സിലായി? അപ്പം ഈ ഒരു 3 സ്റ്റേജിലായിട്ട് വരും. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന 1 കൊരിന്ത്യർ 2-ാം അധ്യായം 3-ാം അധ്യായം പ്രാകൃതനും ജഡീയനും ആത്മീയനും തമ്മിലുള്ള ഒരു ഇത് കാണിക്കുന്ന ഇതാണ് പറഞ്ഞത്. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾക്ക് കട്ടിയായിട്ടുള്ള ഫുഡ് തരാൻ എനിക്ക് ഇതുവരെയും കഴിയത്തില്ല. പക്ഷേ ഇവരെപ്പറ്റി പറയുന്നത് ഇവർക്ക് എല്ലാ ആത്മീയവരങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ ഇതുവരെയും കട്ടിയായിട്ടുള്ള ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല. ദേ ആർ സ്റ്റിൽ ശിശുക്കളാണ്. പാല് മാത്രമേ കൊടുക്കാൻ പ്രായമുള്ളൂ. ഓക്കെ, വളർച്ച എത്തുക. ഓക്കെ, അതിന് അടുത്ത വരുന്ന മച്യൂരിറ്റി, ഫ്രൂട്ട് ട്രീ, മച്യൂരിറ്റി. എൻ്റെ ദൈവമേ, ഇതൊരു എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഡിസൈപ്പിൾഷിപ്പിന് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞാൽ കിട്ടും. നമ്മളെ ആൾക്കാർ കുറ്റം പറയും. ഒത്തിരിയും കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അന്നേരം വാടിപ്പോകരുത്. നമുക്ക് കഷ്ടതകളുണ്ടാകും, ഫൈനാൻഷ്യലി ഇത് ഉണ്ടാകും. അന്നേരം വാടിപ്പോകാതെ ഒരു സ്റ്റെബിലിറ്റി ആയിട്ട്
വചനം പറയുന്നത് കൊലോസ്യലേഖനം 2:7 റൂട്ടഡ് ഇൻ ഹിം, വേരൂന്നു, അതേപോലെ ബിൽഡപ്പ് ഇൻ ഹിം, വേരൂന്നി യേശു ക്രിസ്തുവിൽ ബിൽഡ് ചെയ്യുക. മനസ്സിലായോ? അപ്പം നമ്മൾ അനുഭവിക്കുന്ന എല്ലാത്തിൻ്റെയും കാട്ടി ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള നമുക്ക് പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ മഹാപുരോഹിതനായ യേശു ക്രിസ്തു. മനസ്സിലായി? അപ്പം ആ ഒരു മച്യൂരിറ്റിയിലെത്തുക. മനസ്സിലായി? അപ്പം മച്യൂരിറ്റിയിലെത്താൻ നമ്മൾ മുമ്പ് മോശയപ്പച്ചൻ്റെ കാര്യം ആദ്യം ദൈവത്തോട് പാപം ചെയ്തു, പിന്നെ അഹരോൻ്റെ കാര്യത്തിൽ ദേഷ്യപ്പെട്ടു, പിന്നെന്താ പറ്റി, പിന്നെ ഒറിജിനൽ റിയൽ ട്രബിൾ വന്നപ്പം ഫുൾ മച്യൂരിറ്റി കാണിച്ചു. അപ്പം നാളെ ആൾക്കാർ വന്നു, ആൾക്കാരെന്നെ അഗ്രിഗേറ്റ് ചെയ്തു, അല്ല അവരുടെ ജീവിതം ഇങ്ങനെ, അവരിങ്ങനെ പറഞ്ഞു, മറ്റേവർ പറഞ്ഞു, അങ്ങനെ ഓടേണ്ട ജീവിതമല്ല നമ്മൾ. അന്നേരം തളരേണ്ടതും അന്നേരം വചനം എടുത്ത് വെട്ടാൻ പോകേണ്ടതുമല്ല. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എന്തോ ഈ ദേവദാസന്മാരെയൊക്കെ വടക്കേന്ത്യയിലൊക്കെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പം, അല്ലെങ്കിൽ നമ്മൾ കൗൺസിലേറ്റ് വി ഷുഡ് ഡൂ സംതിങ്. എൻ്റെ പൊന്നു ദൈവമക്കളെ, അവർ ആ വചനം എടുത്തുകൊണ്ട് ഇറങ്ങി എന്തിനാ ഇതൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിറങ്ങി. നമ്മളിവിടെ ഇരുന്ന് ഇപ്പം പത്രോസിനെയും ഷീലാസിനെയും തോന്നുന്നു, പത്രോസിനെയും കാരാഗ്രഹത്തിലിട്ടപ്പം സഭ എന്തോ ചെയ്തേ, ഇരുന്ന് പ്രാർത്ഥിക്കുക ചെയ്തേ. അല്ലാതെ US കൗൺസിലേറ്റിൽ പോയി ആ പത്രോസിനെ ഇറക്കി കൊണ്ടുവരാനൊന്നും നോക്കിയില്ല. ചെയ്തെന്തോ, പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. നമ്മൾ ചെയ്യേണ്ടതും അത് തന്നെയാണ്. നമ്മൾ US കൗൺസിലേറ്റിൽ പോയി ഇത് ചെയ്യേണ്ടത്. ദാറ്റ് ഷോസ് അവർ മച്യൂരിറ്റി. മനസ്സിലായി? എത്രമാത്രം ഒരു മച്യൂരിറ്റിയാണ് ചെയ്യുക. ഇപ്പം വീണ്ടും ജനിച്ച എല്ലാം ഇതായിരിക്കും, പക്ഷേ മച്യൂരിറ്റി എത്താൻ, ലൈക്ക് ഒരു ക്രിസ്ത്യൻ മച്യൂരിറ്റി എത്താൻ ഇച്ചിരി പ്രയാസമാണ്. അത് കിട്ടാനും പ്രയാസമാണ്. അത് നല്ല അനുഭവത്തിൽ കൂടെ കടന്നു പോയി ആ ഒരു ഇത് കാണിച്ചെങ്കിൽ മച്യൂരിറ്റി എത്തത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജാണ് ഫ്രൂട്ട് ബെയറിങ് എന്ന് പറഞ്ഞാൽ ഫലം കായ്ക്കപ്പെടുന്നത്. ഇത് മച്യൂരിറ്റി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരു കണ്ടിട്ടുണ്ട് ഞാൻ. ഇത് ഫ്രൂട്ട് ബെയർ ചെയ്യുന്നത്, ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മൾ എവിടെ വായിക്കുന്നത്, ഗലാത്യ ലേഖനത്തിനകത്ത് വായിക്കുന്നത് 5:22 മുതലുള്ള വാക്യത്തിനകത്ത് വായിക്കുന്നത് ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, അതെല്ലാം. അതിന് മുമ്പേ കുറേ ലിസ്റ്റ് പറയും. നിങ്ങളിൽ ദുർഗാമ, വിഗ്രഹാരാധന, അങ്ങനെയുള്ള ഒന്നും, ജാരശങ്ക, ദോഷം, ഇതൊന്നും കാണില്ല. ഇങ്ങനെയുള്ളവരെന്തോ കൊടുക്കും, ഇൻഹെറിറ്റ് ചെയ്തില്ല. ആദ്യം നമ്മൾ കണ്ടു, പിന്നെ എൻ്റർ ചെയ്തു, പിന്നെന്താ ഇൻഹെറിറ്റ് ചെയ്യണം, കൈവശമാക്കണം, അവകാശമാക്കണം. എന്താ നിങ്ങൾ പറയുന്നത്, മത്തായിയുടെ സുവിശേഷം സെർമൺ ഓൺ ദ മൗണ്ടിൻ്റെ അത് പറയും, നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുക, കൈവശമാക്കുക. മനസ്സിലായോ? സോ ത്രൂ ദിസ് മച്യൂരിറ്റി കൂടെ ഫ്രൂട്ട് ബെയറിങ് എന്ന് പറയും. ഞാൻ ഇല്ലാത്ത ആൾക്കാരിലും കണ്ടിട്ടുണ്ട്, ഫ്രൂട്ട് ബെയർ ചെയ്യുന്ന ആൾക്കാരിലും മച്യൂരിറ്റി ഇല്ലാതെ കണ്ടിട്ടുണ്ട്. അപ്പം എനിവേ, മച്യൂരിറ്റി ഒരു ട്രീ ആവുക, അത് കഴിഞ്ഞ് ഫ്രൂട്ട് ബെയർ ചെയ്യുക. മനസ്സിലായി? ഏറ്റവും അവസാനത്തെ രണ്ടെണ്ണം എന്ന് വെച്ചാൽ, ഒന്ന് അടുത്ത തലമുറയെ, നമ്മുടെ മക്കളെ ആയാലും മറ്റേ ആൾക്കാരെ ആയാലും മറ്റുള്ള ആൾക്കാരുടെ ഏതെങ്കിലും രീതി അവരെ നടത്തുക. മനസ്സിലായി? അവരെ വഴി നടത്തുക, ഗോസ്പലിൽ കൂടെ, സുവിശേഷത്തിൽ കൂടെ, നമ്മുടെ വളർച്ചയിൽ കൂടെ. നമ്മളുടെ ജീവിതം ഒരു ഇമ്പാക്റ്റ്ഫുള്ളായിരിക്കണം. നമ്മൾ എൻ്റെ ദൈവമേ രാവിലെ ഇത് വരണമല്ലോ, അത് ചെയ്യണമല്ലോ, ഇത് ചെയ്യണമല്ലോ, അങ്ങനെയാണല്ലോ, ഇങ്ങനെ എന്ന് കരഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്താൽ, എനിക്കുള്ള എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പഠിച്ചൊരു കാര്യങ്ങൾ, എപ്പോഴും ആദ്യമൊക്കെ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര കരച്ചിലാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മനസ്സിലായി? ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പം അങ്ങനത്തെയൊക്കെ അനുഭവങ്ങളുണ്ടായിട്ട്, അപ്പോൾ കരഞ്ഞുകൊണ്ടും ഒന്നും ചെയ്യാതെ നമ്മളുടെ ജീവിതം, ഇപ്പം ദൈവം നമ്മളോട് പറഞ്ഞു. ഇപ്പം ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചപ്പം എനിക്ക് ദേവദാസന്മാർ എന്നോട് പറയുമായിരുന്നു, മോഹമൊക്കെ കഴുകി ഒന്ന് വൃത്തിയായിട്ട് വന്ന് ഒരു വെള്ളം ഉടുപ്പിട്ടുകൊണ്ടിരിക്കണമെന്ന് പറയുമായിരുന്നു. അപ്പം എനിക്ക് അന്ന് എപ്പോഴും ഒരു ബ്രൗണ്, ഒരു ബ്ലൂ, ഒരു റെഡ്, പിന്നെ വൺസ് ഇൻ എ വൈൽ ഒരു ബ്ലാക്ക്, ഈ ഉടുപ്പുകളായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും, വെള്ളം ഉടുപ്പിട്ടാലേ ഇതാകത്തുള്ളൂ എന്നൊക്കെ ഞാൻ പറയും. സംഹൗ
ദേവദാസന്മാരുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കും സംഹാവ് എനിക്ക് ദൈവം എന്നോട് ദൈവാത്മാവ് എന്നോട് എന്നിൽ ഇത് ചെയ്തു, എനിക്ക് ആ ഇമ്പോർട്ടൻസ് കാണിച്ചു തരും. എനിക്ക് പിൽക്കാലത്ത് അത് പ്രാബല്യത്തിലാക്കുകയും ചെയ്യും. ഇപ്പം വലിയ കാര്യങ്ങളല്ല, കൊച്ചു സ്മോൾ കാര്യമാണ്, പക്ഷേങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം സ്മോൾ കാര്യം. പക്ഷേ അത് എനിക്കൊരു ഞാൻ ആദ്യമായിട്ട് ഇത് വെള്ളം ഒടുപ്പിട്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് കളിയാക്കേ കേട്ടത്തുള്ളായിരിക്കും. പക്ഷേങ്കിൽ എനിക്ക് കിട്ടിയത് നല്ല കുറ്റങ്ങളും കുറവുകളും എന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു മോഡിലോട്ടാണ് വന്നത്. ഞാൻ ഓർത്ത് ആദ്യം അത്ര കളിയാക്കൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ, പക്ഷേങ്കിൽ എനിക്ക് വന്നത് അറ്റാക്കിങ് മോഡിലോട്ടായിരുന്നു വന്നത്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ചോദിച്ചു, ദൈവമേ ഇതിട്ടുകൊണ്ട് തന്നെ കുഴപ്പം, വാട്ട്സ് റോങ് വിത്ത് ഇറ്റ്? ഒരു വെള്ളം എടുപ്പിട്ട എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമില്ല, എനിക്ക് ഇടാൻ ഉള്ളൊരു സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എൻ്റെ അനുഭവം ഷെയർ ചെയ്യാൻ എനിക്കുള്ള സ്വാതന്ത്ര്യമില്ല, വാട്ട്സ് റോങ് വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞപ്പം അന്നേരം എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ചെയ്യുന്ന കാര്യം ശരിയാണ്, എതിർപ്പ്. പക്ഷേ ആ സമയം കളിയാക്കും അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ കാര്യം പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന്. അപ്പം എനിക്ക് കിട്ടിയത് ഓപ്പോസിറ്റ് കിട്ടിയ നല്ല ശക്തമായിട്ടുള്ള എതിർപ്പുകളായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എന്തോ പറ്റി, അതിൽ ഉറച്ച് നിൽക്കുവാൻ സാധിച്ചു. ഞാൻ പിന്നെ അത് ഒരു ലോ ആക്കാൻ വേണ്ടി നോക്കി എൻ്റെ വീട്ടിൽ എല്ലാവരും പറഞ്ഞു തരുന്നു. പക്ഷെ പെട്ടെന്ന് ആ അടുത്ത സെമസ്റ്ററിൽ ഞങ്ങളെ പഠിപ്പിച്ചത് TS Abraham ഭാഷയായിരുന്നു, സിസ്റ്റമാറ്റിക് തിയോളജിയാണ് പഠിപ്പിച്ച്. ആ ദേവദാസൻ പഠിപ്പിച്ചപ്പം വെയിൻ ഗ്രൂഡത്തിൻ്റെ ബുക്കായിരുന്നു ഞങ്ങൾ റെഫർ ചെയ്തത്. അന്നേരം ആ ദേവദാസൻ്റെ ബുക്കാണ്, ബൈബിളാണ്, ESV ട്രാൻസ്ലേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വെയിൻ ഗ്രൂഡത്തിൻ്റെ അപ്പം നമുക്ക് വായിക്കാനുള്ള ബുക്കുകളൊക്കെ കിട്ടി. അപ്പോൾ അതൊന്ന് വായിക്കുകയും അതേപോലെ ദേവദാസിൻ്റെ വീഡിയോ ഒക്കെ കാണും. അപ്പം ദേവദാസൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ് എന്നതിൽ കൂടെ എനിക്ക് മനസ്സിലായി, ദൈവാത്മാവ് എന്നോട് സംസാരിച്ച കാര്യം ഞാനത് യൂണിവേഴ്സലാക്കി, ആരെയും ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാനിടയായി. ദൈവം എന്നോട് സംസാരിച്ച കാര്യമല്ലേ, ലൈക്ക് മേക്ക് ഇറ്റ് എൻജോയബിൾ. എനിക്ക് കിട്ടിയത് ഒരു നുഖം കഠിനമാക്കാതെ ഭാരമായി തോന്നാതെ മേക്ക് ഇറ്റ് എൻജോയബിൾ. അന്നേരം ഇങ്ങനെയൊക്കെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഹിന്ദു വെജിറ്റേറിയൻ ആൾക്കാർ. സോ കൊച്ചു കാര്യമാണ്, ആദ്യം എതിർപ്പുകളുണ്ടായി, അതിനെ ദൃഢപ്പെടുത്തി നൗ മേക്ക് ഇറ്റ് എൻജോയബിൾ. ഈ വസ്ത്രത്തിൽ കൂടെ ദൈവത്തെ സ്തുതി കൊടുക്കും, മനസ്സിലായി? അപ്പം മച്ചോട്ടി ഇല്ലാതെ ഞാൻ പാടിപ്പോയി, മനസ്സിലായി? അടുത്ത സീഡ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് അവരെ കാണിച്ചു കൊടുക്കും ആ വസ്ത്രം ഹൗ എൻജോയബിൾ ഇറ്റ് ഈസ്. പലരും പേടിക്കുമോ ഈ വസ്ത്രം ഇടാൻ, മനസ്സിലായി? ഇന്നത്തെ തലമുറയ്ക്ക് അതിൻ്റെ വിലയും ആ ഒരു ഇതും അറിയത്തില്ല. അപ്പം യു ഷോ ഇറ്റ് ടു അതർ പീപ്പിൾ, ഡോണ്ട് സേ ഇറ്റ്, ഡോണ്ട് മേക്ക് ഇറ്റ് ഒരു ഇതാക്കണ്ട, ഒരു യൂണിവേഴ്സൽ ലോ ആക്കണ്ട, മനസ്സിലായി? എൻ്റെ ഭാര്യയും പിള്ളേരെയും ഒന്നും നിർബന്ധിച്ച് ഇടിപ്പിക്കണ്ട. You just do it what you supposed to do it and make it enjoyable. Let them see it and let them follow you. മനസ്സിലായി? അതാണ് വെയിൻ ഗ്രൂഡും ആ ദേവദാസിൻ്റെ ജീവിതാനുഭവത്തിൽ കൂടെ പറഞ്ഞു. അപ്പം എനിക്കപ്പോൾ നല്ലതായിട്ട് തോന്നി. അതേപോലെയുള്ള ഇതാണ്, വാട്ടെവർ നിങ്ങൾ പഠിച്ച കാര്യങ്ങളും നിങ്ങൾ ചെയ്ത കാര്യങ്ങളും വാടിപ്പോകാതെ മച്ചോട്ടി വന്നതിന് ശേഷം ആ കാര്യം നിങ്ങൾ മേക്ക് ഇറ്റ് എൻജോയബിൾ. യേശു ക്രിസ്തുവിനെ ആണെങ്കിലും പ്രസംഗിക്കുന്നതിൽ കൂടെ നിങ്ങൾ എൻജോയ്, മറ്റുള്ളവരെ കുത്തി പറയാതെ മേക്ക് ഇറ്റ് എൻജോയബിൾ. ശരിക്കും അങ്ങോട്ട് നിങ്ങളുടെ എൻജോയ് കാണുമ്പോൾ അവർ തന്നെ മറ്റുള്ളവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറി വന്നോളും, മനസ്സിലായി? ഏതൊരു കാര്യം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ആ കാര്യം മേക്ക് ഇറ്റ് എൻജോയബിൾ. ഇപ്പം നമ്മുടെ സ്തോത്രങ്ങളായാലും സ്തുതികളായാലും എന്തുവായിരുന്നാലും മേക്ക് ഇറ്റ് എൻജോയബിൾ റാദർ ദാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ദുഃഖിപ്പിക്കുന്ന രീതി പറയാതെ മേക്ക് ഇറ്റ് എൻജോയബിൾ. ലുക്ക്, അത് മറ്റുള്ളവർ കാണട്ടെ. അവർ ചിലപ്പം എഗ്രി ചെയ്യത്തില്ലായിരിക്കും ഇത് പിൽക്കാലത്ത്. ലെറ്റ് ദ ഹോൾ സ്പിരിറ്റ് വർക്ക് ഇൻ ദം. നമ്മളൊന്നും പറയാൻ പോകണ്ട, മനസ്സിലായി? അപ്പം ഇപ്പോൾ നമ്മുടെ ആൾക്കാർ ഒരു മങ്കി ഫോളോ ചെയ്ത്, ഇപ്പം ഒരു മങ്കി ഫോളോ ചെയ്താൽ മറ്റുള്ള എല്ലാ മങ്കികളും ഫോളോ ചെയ്തു. ഇപ്പം ഈ നാഷണൽ ജിയോഗ്രഫി കാണുമ്പം ഈ മാറ റിവർ കടക്കാൻ ക്രോക്കഡോയിൽ ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള
നദിയാണ്. അപ്പം അത് കടക്കാൻ ഒരു വിൽഡർബീസിനോ സീബ്രയ്ക്കോ ആദ്യം പ്രയാസമാണ്. ഒരാൾ കടന്നാണ്ടല്ലോ ബാക്കി ആ ഗ്രൂപ്പ് മൊത്തം പുറകെ പോയിക്കോളും. മനസ്സിലായോ എന്ന് പറയും. ഈ ക്രോക്കോഡൈൽ ഇൻഫെസ്റ്റഡ് മാറ റിവറിലെന്തെങ്കിലും വൺസ് യു മേക്ക് ഇറ്റ് എൻജോയബിൾ. അതേപോലെ ഇപ്പം സങ്കീർത്തനത്തിൻ്റെ അകത്തും 84 സങ്കീർത്തനകത്തും എന്താ കണ്ണീരിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോയാലും അതിനെ ജലാശയമാക്കി മേക്ക് ഇറ്റ് എൻജോയബിൾ. മനസ്സിലായോ? അതാണ് അത് നെക്സ്റ്റ് ജനറേഷനിലോട്ട് പകർന്നു കൊടുക്കുക. യു ഡു ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് എൻജോയബിൾ റാദർ ദാൻ സ്റ്റാപ്പ് ക്രൈങ്, സ്റ്റാപ്പ് മനസ്സിലായി കംപ്ലൈനിങ്, സ്റ്റാപ്പ് ഡൂയിങ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്, ദെൻ മേക്ക് ഇറ്റ് എൻജോയബിൾ. മനസ്സിലായി? അന്നേരം ആ ജനറേഷൻ അത് കണ്ട് നമ്മളെ ഫോളോ ചെയ്തു. ഓക്കെ. പിന്നെ ലാസ്റ്റ് ഇതാണ് ഏറ്റവും ഹാർഡായിട്ടുള്ള ഇതുമാണ് ലെമീനോ, മസ്രിയ സാറ ലെമീനോ. മനസ്സിലായി? അക്കോർഡിംഗ് ടു ഇറ്റ്സ് കൈൻഡ്, മഹാപുരോഹിത ശുശ്രൂഷ അല്ലെങ്കിൽ ഇത് ശുശ്രൂഷ. ഒരു ട്രീയെ അതിൻ്റെ ഫലം കൊണ്ട് നമുക്കറിയാം. ഇപ്പം ബെയറിങ് ഫ്രൂട്ടിൻ്റെ അകത്ത് വരുമ്പം ഞാൻ മറന്നുപോയി പറയാനുള്ളത്. ഞാൻ യോഹന്നാൻ്റെ അകത്ത് പറയുന്നത്, യോഹന്നാൻ സുവിശേഷത്തിൻ്റെ അകത്ത് പറയുന്നത്, എന്നിൽ ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി, എന്നിൽ ഫലം കായ്ച്ചിട്ട് എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? എന്നിൽ റൂട്ടഡ് ഓൺ ഹിം ബിൽഡ്, മച്യൂരിറ്റി ഷോസ് റൂട്ടഡ് ഓൺ ഹിം ആൻഡ് ബിൽഡിങ്. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ വസിക്കാതെ ഫലം കായ്ക്കുന്നത് ഒരു ചാരിറ്റി വർക്കായിട്ടേ തീരത്തുള്ളൂ. മനസ്സിലായി? ചാരിറ്റി അല്ലേ ഇത്. എന്നിൽ വസിച്ച് കഴിഞ്ഞതിന് ശേഷം ചെയ്യുമ്പോൾ അതെന്തോ ആയിത്തീരും, അതൊരു ഫ്രൂട്ട് ബെയറിങ് ആയിട്ട് തീരും. ഓക്കെ. അതിന് ലാസ്റ്റിൽ ഉള്ള ഈ ഫലത്തെ കൊണ്ട് ഒരു വൃക്ഷത്തെ കണ്ടാൽ നമുക്കറിയാം അതിൻ്റെ ഫലം. ഈ നമുക്ക് ചക്കയെ തെങ്ങേന്ന് തേങ്ങ, മാവേന്ന് മാങ്ങ, പ്ലാവേന്ന് പ്ലാങ്ങ എന്ന് കിട്ടുന്നത്, അല്ല പ്ലാവേന്ന് ചക്ക, പ്ലാവേന്ന് ചക്ക കിട്ടും, മാവേന്ന് മാങ്ങ, തെങ്ങേന്ന് തേങ്ങ, പ്ലാവേന്ന് ചക്ക കിട്ടും. മറ്റുള്ള ഓരോ ഇതിൽ നിന്നും അതിൻ്റേതായ കിട്ടും. എന്തെങ്കിലും തെങ്ങേന്ന് ചക്ക കിട്ടിയിട്ടുണ്ടോ? മാവേന്ന് തേങ്ങ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പം ഒരു ട്രീയെ കണ്ടാൽ അറിയാം അതിൻ്റെ ബലം എങ്ങനെയായിരിക്കും. നമുക്കൊരു വ്യക്തിയെ കണ്ടാൽ അറിയാം ഇയാളുടെ സവിശേഷ ഗുണങ്ങളും മെച്യൂരിറ്റിയും എല്ലാം നമുക്ക് കണ്ടാലല്ല, ഒരു കുറച്ച് നാളത്തെ അനുഭവത്തോടുകൂടി നമുക്കറിയാം എത്ര മെച്യൂരിറ്റി ഉണ്ടെന്നും ഇതുണ്ടെന്നൊക്കെ. മനസ്സിലായി? അപ്പം അതേപോലുള്ള ആ ഐഡൻറ്റിറ്റി, ആ ട്രൂ ഐഡൻറ്റിറ്റി, അതൊരു മച്യൂർഡ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലോങ് സഫറിങ്, ഒത്തിരിയും കണ്ടും കേട്ടും ഒക്കെ എൻഡ്യൂർ ചെയ്ത് വളർന്നു വന്ന ഒരു അവരെപ്പോലുള്ള ആൾക്കാരാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ട് ഇന്നത്തെ ഈ ജനറേഷനിൽ ഒത്തിരി നമ്മുടെ പഴയ പോലുള്ള ദേവദാസന്മാരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ. എം വി ചാക്കോ സാറെ, നമ്മുടെ കാനോച്ചനപ്പച്ചൻ, കെ വി സൈമൺ സാർ, ന്യൂയോർക്കിലുള്ള കുറേ ദേവദാസന്മാരുണ്ടായിരുന്നു, കെ വി കുര്യൻ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ദേവദാസന്മാർ നഷ്ടപ്പെട്ടു. അതിൻ്റേതായ അവർക്കൊക്കെ ഡീപ്പ് ഇതുണ്ട്. അവരുടെ ഇമ്പാക്ട്ഫുൾ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായിരുന്നു, ഒത്തിരി ഇറ്റ്സ് നൗ. അപ്പോൾ അവർ പോയി, അവരെപ്പോലുള്ള ഒത്തിരി ആൾക്കാർ പോയി. ഇപ്പോഴും മച്യൂരിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പം ഇപ്പം എന്നെ സംബന്ധിച്ചോളമൊക്കെ ഞാൻ പറയുന്നത്, വെൻ ഡു ഐ ഗ്രോ അപ്പ് ടു ദാറ്റ് സ്റ്റേജ് ഐ മേക്ക് ഇറ്റ് ആൻ ഇമ്പാക്ട്ഫുൾ ടു അതർ പീപ്പിൾ എന്നായിരിക്കും അത്രയോ ഒരു മനസ്സിലായ ഒരു സ്റ്റേജ് വന്ന് ജനത്തിന് ഇമ്പാക്ട്ഫുൾ ആക്കാൻ കഴിയുന്നതെന്നൊക്കെ ഉള്ള ഇതാണ്. ദാറ്റ്സ് എ ഹാർഡ് സ്റ്റേജ്. ലെമീനോ, മെസ്രിയ സാറ ലെമീനോ, അക്കോർഡിംഗ് ടു ഇറ്റ്സ് കൈൻഡ്. മനസ്സിലായ ആ ഒരു സ്റ്റേജ് ഇറ്റ്സ് എ റിയലി ടഫ് സ്റ്റേജ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറ്റ്സ് ഒരുമാതിരി ഈസി ആണെങ്കിലും അല്ല ഹാർഡാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബിൽഡ് ചെയ്യുക നമ്മുടെ ബേസ്ഡ് ഓൺ യേശുപ്പച്ചൻ്റെ ലൈഫ് വെച്ചും
നമ്മുടെ വചനം വെച്ചും ഒരു ബിൽഡ് ചെയ്യുക. മനസ്സിലായി? എന്നെ ന്യൂ ജനറേഷൻ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ തന്ത വൈബും അങ്ങനെയൊക്കെ ഒരു നീ ഒരു തന്ത വൈബാന്ന് എന്നോട് ഞാൻ ചെട്ടിപ്പോയി. ഞാൻ എൻ്റെ തന്തയ്ക്ക് പറഞ്ഞ് പേടിച്ചു പോയി. അപ്പോൾ അതേപോലൊക്കെ ഉള്ള ആ ന്യൂ ജനറേഷൻ ആ രീതി പോകാതെ ഒരു ഫെൻസ് ഉണ്ടാക്കുക. ആ ഫെൻസിൻ്റെ അകത്ത് മേക്ക് ഇറ്റ് എൻജോയബിൾ. ഇത് ചെയ്യുക. സഫറിങ് വെളിയിൽ നിന്ന് സഫറിങ്സും എല്ലാം ഉണ്ടാവും. ബട്ട് യു ആർ സേഫ് ഇൻസൈഡ്. മേക്ക് ഇറ്റ് എൻജോയബിൾ. അത് ജനറേഷൻ കാണട്ടെ, മറ്റുള്ള ആൾക്കാർ കാണട്ടെ. മനസ്സിലായോ? ദാറ്റ്സ് എ ടഫ്. അത് ഒരു ദിവസമല്ല, ത്രൂ ആർ ദ സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യുക. അത് റിയലി ഹാർഡ്. അത് ഒരു തഴമ്പിച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് കാലസ് വരുന്ന ഒരനുഭവം പോലെ ഉള്ളതാണ്. അപ്പം ഇതായിരുന്നു എനിക്ക് പറഞ്ഞത്. അപ്പം നമ്മൾ ആദ്യം തൊട്ട് ഒന്നുകൂടെ ഇത് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ. ഒന്ന്, നോബഡി ഈസ് അബൌട്ട് ദ ലോ. യഹൂദന്മാരുടെ അറിയാം. ആദ്യം അവരുടെ ഡീപ്പ് അവേനിക്കനിങ്, പിന്നെ തോറ പഠിക്കുക, ബാർ മിത്സ്വ, പിന്നെ 2 സൈഡിലോട്ട് പോകുന്നു. മറ്റൊരു തൽമുദ് ആ വീഡിയോ പഠിക്കുക, മറ്റുള്ളവർ തോറ ചെയ്യുക, ചാരിറ്റി വർക്കിൽ കൂടെ അവരുടെ ഫെയ്ത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് അവർ ഒരു ഫെൻസ് കെട്ടുക. ആ ഫെൻസിൻ്റെ അകത്ത് ആ ഫെൻസ് മേക്ക് ഇറ്റ് എൻജോയബിൾ. ഇപ്പുറത്ത് പുരോഹിത ശുശ്രൂഷ, ആദ്യം പ്രകാരം കോർട്ട്യാർഡിലെ ശുശ്രൂഷ, പിന്നെ സാക്രിഫൈസിൻ്റെ ശുശ്രൂഷ, പിന്നെ ഹോളി പ്ലേസിലെ ശുശ്രൂഷ, പിന്നെ മഹാപുരോഹിത ശുശ്രൂഷ. നമ്മളിൽ ആദ്യം വീണ്ടും ജനനമില്ലാതെ വ്യസനമാവുക. പിന്നെ ആദ്യത്തെ ഏർലി ഫെയ്ത്ത്. ആ ഫെയ്ത്ത് വീണ്ടും ജനിച്ചപ്പെട്ടു എന്നുള്ളത് മറ്റുള്ള ആൾക്കാർ നമ്മൾ മരിച്ചു എന്ന് അറിയേണ്ടത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാസ് ലെവലിൽ കാണുമ്പോൾ ആ ഗ്രാസ് ലെവലിൽ കാണപ്പെടുന്നതാണ് ഇതാണ് നമ്മുടെ സ്നാനവും മറ്റുള്ള കാര്യങ്ങളും. ഓക്കെ. അത് കഴിഞ്ഞ് അടുത്ത ഹെർബ് ഡിസൈബിൾഷിപ്പ്. നമ്മൾ പഠിച്ചതും നമ്മൾ കാണിച്ചതും മറ്റുള്ളവർ നമ്മൾ അനുഭവിച്ച സന്തോഷം. കാരണം ഈ സ്നാനപ്പെട്ട വീണ്ടും ജനിച്ച് സ്നാനപ്പെടുന്നതിൻ്റെ അകത്ത് ഈ രക്ഷയുടെ സന്തോഷം നമുക്ക് കിട്ടി. നമ്മളിൽ സന്തോഷമില്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവത്തിനെ കാണുന്നത് അവൻ്റെ സന്തോഷം, അവൻ്റെ ഇൻസൈഡ് സന്തോഷം അവന് ഏതെങ്കിലും രീതി മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാൻ നോക്കുക. ഓക്കെ. സുവിശേഷം അറിയിക്കുക. ആ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ കിട്ടും, കുത്തുകളും വെട്ടുകളും എല്ലാം കിട്ടും. അപ്പോൾ അതിൽ തളർന്നു പോകാതെ ഒരു ട്രീ ആവുക, മച്യൂരിറ്റി പ്രാപിക്കുക. ഡീപ്പ് റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ബിൽഡിങ് അപ്പ് ഓൺ ഹിം. ഓക്കെ. അത് കഴിഞ്ഞ് ഫലം കായ്ക്കുക. അപ്പോൾ ഇതിന് മുമ്പ് തൊട്ടേ ഫലം കായ്ക്കുക. ഈ വീണ്ടും ജനനത്തിൻ്റെ സമയം തൊട്ടേ ഫലം കായ്ക്കുക. പക്ഷെ ആ ഫലം പഴുത്ത് കഴിക്കേണ്ട രീതിയിലാവുക. മനസ്സിലായി? അതിൻ്റെ അകത്ത് ഫലം വരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് എന്ന് കഴിഞ്ഞാൽ ആ ഫലം മച്യൂരിറ്റി ആവുക. മനസ്സിലായി? ഫലം കായ്ക്കുന്നത് യുവർ ലവ് ഷുഡ് ബി എൻജോയബിൾ, യുവർ പേഷ്യൻസ് ഷുഡ് ബി എൻജോയബിൾ. മനസ്സിലായി? അതിൻ്റെ അകത്തൊരു കുരു കാണും. ഈ കുരു മനസ്സിലായി? ഫലത്തിൻ്റെ അകത്തൊരു സീഡ് കാണും. ആ സീഡ് മറ്റുള്ള ചെറുപ്പക്കാരിലോട്ട് പകർന്നു കൊടുക്കും. അവരത് കഴിക്കുമ്പം ആ സീഡ് അവരിൽ ചെല്ലണം. മനസ്സിലായി? അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം അക്കോർഡിംഗ് ടു ഇറ്റ്സ് കൈൻഡ്. ലെമിനോ അക്കോർഡിംഗ് ടു ആ ഫെയ്ത്ത്ഫുൾ ദൈവത്തിൻ്റെ ഹെസഡ് നമ്മൾ മറ്റുള്ള ആ ഫെൻസ് കെട്ടുക. മനസ്സിലായി? ഒരു ഫെൻസ് കെട്ടി മേക്ക് ഇറ്റ് എൻജോയബിൾ. വാട്ട് എവർ യു ആർ ഡൂയിങ് മേക്ക് ഇറ്റ് എൻജോയബിൾ. മനസ്സിലായി? അപ്പം അതായിരുന്നു പറയുന്നത്. ഇപ്പം ഒരു കാര്യം കൂടെ പറയാം. ആരെയും കുത്തി പ്രസംഗിക്കുകയോ സങ്കടപ്പെടുത്താനോ ഒന്നുമല്ല. ഞാൻ ആദ്യം ശരിക്കും സ്ട്രഗിൾ ചെയ്ത വാക്കുകളായിരുന്നു ഏസേവും എന്നും ഏറസ്പെറി എന്ന് പറഞ്ഞാൽ ട്രീ ഉള്ള ഫലമുള്ള ട്രീ, പിന്നെ ഓസേപ്പെറി അതെന്ന് കഴിഞ്ഞാൽ ഫലം കായ്ക്കുന്ന മരങ്ങളും. അപ്പം അത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ അകത്ത് ഒറ്റയടിക്കാൻ, ഇംഗ്ലീഷ് മലയാളം ഒറ്റയടിക്കായിട്ടാണ് വരുന്നത്. പക്ഷേ അത് രണ്ടും ആയിട്ടാണ് വരേണ്ടത്. അതേപോലെ ഏസേവ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഹെർബ് എന്നല്ലായിരുന്നു, വെജിറ്റേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ്. പക്ഷേ
അങ്ങനെ കുറേ. അത് കഴിഞ്ഞ് ഇതെല്ലാം ഞാൻ ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ അകത്തെല്ലാം വെച്ച് ഒന്ന് എഴുതി നോക്കിയുടനെ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒത്തിരിയും എക്സാമ്പിൾസും ഒക്കെ, കാരണം മനസ്സിലാകാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഒരാളായിട്ട് ഷെയർ ചെയ്ത് പറഞ്ഞു, അങ്ങനെയൊന്നും പറയണ്ട, അത് ഹേർട്ട്ഫുള്ളാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒത്തിരിയും പറഞ്ഞു. ദൈവമേ, അപ്പം പിന്നെ അന്നേരം തൊട്ട് എൻ്റെ മനസ്സ് വിഷമമായി തുടങ്ങി, ഒരു സങ്കടമായി തുടങ്ങി. ദൈവമേ, ഇതൊന്ന് അനുഗ്രഹത്തിന് വേണ്ടി പറയുന്നത് ദോഷത്തിനായി തീരരുത്. അപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ച് അവസാനം ഇന്ന് എനിക്കത് ചെയ്യാനിടയായി. ഓക്കെ. അപ്പം എൻ്റെ ഉദ്ദേശം ആരും വേദനിപ്പിക്കുക എന്നല്ല, മറ്റുള്ള ഒരു ഇതിൽ എൻജോയബിളായിട്ട് തീർക്കുക, പറഞ്ഞു തരുക. വി നീഡ് ടു ഹാവ് റീബർത്ത്, വി നീഡ് ടു ഹാവ് ഗ്രാസ് ലെവൽ ഫെയ്ത്ത്. നമ്മുടെ ഫെയ്ത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, നമ്മളിൽ അകത്തെ സന്തോഷം വെളിയിൽ വരിക. മനസ്സിലായി? ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ പ്രസാദിക്കുന്നത്. അപ്പം ആ ഹൃദയത്തിലെ ആ രക്ഷയുടെ സന്തോഷം നമ്മൾ സ്നാനത്തിൽ കൂടെ വെള്ളത്താലും ആത്മാവിനാലും. ഓക്കെ. അത് കഴിഞ്ഞ് അടുത്ത ഇത് ചെയ്യുക, മറ്റുള്ളവരുടെ സുവിശേഷം പറയുക. അത് ഏത് രീതിയാണെന്ന് പറഞ്ഞാൽ ഒരു ട്രാക്റ്റ് കൊടുത്താലും പോലും അത് സന്തോഷം. ഒരു സൈൻ ബോർഡ് പിടിച്ചുകൊണ്ട് നിന്നാൽ പോലും സന്തോഷം. വാട്ട് എവർ ഈ സ്മോൾ തിങ്സ്. എംബിയിലെ 100 പേർക്ക് ഫീഡ് ചെയ്യുന്നില്ല, ഒരാൾക്ക് ഫീഡ് ചെയ്യുക, സ്വയമായിട്ട് ഫീഡ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരാളെ ഫീഡ് ചെയ്യുക. മനസ്സിലാവും? വലിയ കാര്യം, സ്മോൾ കാര്യം. ഡു സ്മോൾ തിങ്സ് എൻജോയബിൾ ആൻഡ് ഇത് ചെയ്യുക. അപ്പം മനസ്സിലായല്ലോ? അതൊന്ന്. പിന്നെ അടുത്ത മച്യൂരിറ്റി, പിന്നെ ഫലം കായ്ക്കുക, പിന്നെ ആ ഫലത്തിൻ്റെ അകത്ത് വിത്ത് മറ്റുള്ളവരോട്ട് പോട്ടെ. അങ്ങനെ ഓരോ ജനറേഷനെ വാർത്തെടുക്കുക. ഓക്കെ. പ്രാർത്ഥിക്കാം. ദൈവമേ, സുഖസുതാവേ, ഞങ്ങളുടെ ഒമിനീഷ്യൻ്റെ ആൽഫാദൈമേ, ഒമിനീഷ്യൻ്റെ അതേ മുന്നുപെട്ടൻ്റെ അതേമേ, മ്യൂട്ടബിളായ മൂവബിളായ ഇൻഫിനിറ്റായിട്ട് എറ്റനായിട്ടുള്ള ദൈവം, സാധനങ്ങളുടെ ദൈവമായ പരിശുദ്ധനായ ദൈവത്തെ ദൈവമേ അപ്പച്ചാ, പാപിലും ദോഷമില്ലാതെ ഞങ്ങളെ വീണ്ടെടുത്തല്ലോ. ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ദൈവമേ മരിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ വരും, ജനിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു കാണിക്കുവാനും മരിക്കുവാനും അടക്കപ്പെടുവാനും ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. ദൈവമേ, ആ യേശുപ്പച്ചൻ്റെ ഞങ്ങൾ വിശ്വസിക്കുക, ഞങ്ങൾ പാപിലായെന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വെളിച്ചമായി വന്ന് ആ യേശുപ്പച്ചനിൽ ഞങ്ങൾ വിശ്വസിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും വീണ്ടെടുക്കുക പ്രാപിപ്പാനും ഇടയാക്കിയ സ്വന്തം. ഞങ്ങളിന്ന് സ്പിരിച്വൽ മച്യൂരിറ്റിയെ പറ്റി ഞങ്ങൾക്ക് പഠിക്കാനിടയായല്ലോ. ദൈവമേ, ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ ഉണ്ടാവും ഇടയാക്കണമേ. ദൈവമേ, ആ രക്ഷയുടെ സന്തോഷം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തരണമേ. ദൈവമേ, ദൈവമേ, ദാവീദ് പറയുന്നത് രക്ഷയുടെ സന്തോഷം ഞങ്ങൾ സ്ഥിരമായ ഒരു ആത്മാവിനെ മനസ്സെടുക്കാനുള്ള ഒരു ആത്മാവിനെ എന്നിൽ ദൈവമേ സൃഷ്ടിക്കണമേ. അങ്ങനെ ദൈവമേ, അടുത്ത ഓരോ സ്റ്റേജുകളായി ഞങ്ങൾക്കൊരു മച്യൂരിറ്റി ഞങ്ങൾ അറിഞ്ഞത് മറ്റുള്ളവരോട് പറയാനും മച്യൂരിറ്റി പ്രാപിക്കാനും ഫലം കായ്പാനും ഫലം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി കായ്ക്കുന്നത് അനുഗ്രഹമായി തീരുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവനാമ മഹത്വത്തിന് പോച്ചു. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദൈവമേ, എല്ലാം ഞങ്ങൾ ചെയ്യുന്ന ഏത് കാര്യവും ദൈവനാമ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി തീരണമേ, അനുഗ്രഹത്തിനായി തീരണമേ. ഞങ്ങൾ ചെയ്യുന്നത് നന്മയ്ക്കായി തീരുവാനേ, ദോഷമായിട്ട് വരുവാനിടയാക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ. യേശു സഹായിക്കണമേ. യേശു തന്നെ. ആമേൻ.